നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. വഖഫ് തുടർച്ചയായ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കും എന്ന വാദം നേരത്തെ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. ഏതായാലും പൊതുജന പ്രക്ഷോഭത്തോടൊപ്പം ഇത്തരം നിയമ പോരാട്ടങ്ങൾ നടത്താനും പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് ഈ കേസുകൾ വന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് മുസ്ലിം ലീഗ്. അപ്പോൾ പ്രതിഷേധം ഒരു വശത്ത്, നിയമപരമായ പോരാട്ടം മറുവശത്ത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അതേസമയം വഖഫ് നിയമം രാജ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് എന്ന നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് BJP. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വഖഫ് നിയമ ഭേദഗതിക്കാകുമോ? പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം ചേരുന്നു. മൊയ്തീൻ കുഞ്ഞ്, സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ശ്രീ മൊയ്തീൻ കുഞ്ഞ് ഇന്ന് കരുതുന്നത്? നമസ്കാരം. ഇന്ന് തീരുമാനമൊന്നും ഇതിന് നടക്കത്തൊന്നുമില്ല. ഇത് കേസ് എല്ലാം കേട്ട് മാറ്റി വെക്കുകയേ ഉള്ളൂ. ഇത് ഫുൾ ബെഞ്ചിൽ പോവും. ഫുൾ ബെഞ്ചിൽ പോകണം. ഫുൾ ബെഞ്ചിൽ പോയി കഴിയുന്നത് ഇത് റദ്ദ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ കണ്ട് ഇതിനെ അനുകൂലിച്ച് കോടതി വരുന്നില്ല. ഈ നിയമം റദ്ദ് ചെയ്യും. മുഹമ്മദ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, താങ്കൾ എന്ത് കരുതുന്നു? സുപ്രീം കോടതിയിൽ നിന്ന് വഖഫ് നിയമ ഭേദഗതി ബില്ല് റദ്ദ് ചെയ്യണം, അത് ജനാധിപത്യത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണെന്നൊക്കെ വാദിക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ അഭിപ്രായം സുപ്രീം കോടതിയിൽ വിജയിക്കുമോ? നമസ്കാരം സാറേ. നമസ്കാരം. വഖഫ് എന്ന് പറഞ്ഞാൽ അത് ഒരറബ് വാക്കാണ്. പിന്നെ അതിന്റെ പച്ച മലയാളം സദക്ക എന്ന് പറയും. സദക്ക ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം മനുഷ്യൻ അത് അയാൾക്ക് വല്ല സ്വത്തുണ്ടെങ്കിൽ അത് അനാഥായി കിടക്കണോ അല്ലാത്തതുണ്ടെങ്കിൽ അത് സദക്ക ചെയ്യാണ്. ആ സദക്ക ചെയ്യലാണ് വഖഫ് എന്ന് പറഞ്ഞ്. അപ്പൊ ഇത് ഈ വഖഫ് എന്ന് പറഞ്ഞ് ഇതിപ്പോ എല്ലായിടത്തും എല്ലാ ആൾക്കാരും അധിക പേരുണ്ടായപ്പോ ഇതിന്റെ ഇടയിൽ കൂടി ഒരു പേരും കുത്തിത്തിരിപ്പ് അതാക്കിയിട്ട് കുറെ ആൾക്കാർ അവർ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന ആൾ ഉദയപ്പെട്ടു, അല്ലാത്ത പോലെ ഉദയപ്പെട്ടു. ഇനിയിപ്പോ അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമാണ്. ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടും, ജനങ്ങൾ എത്രയായി താമസിക്കുന്നത്, ഇതൊക്കെ മനുഷ്യന്റെ കാര്യല്ലേ. അപ്പൊ ഇവരിങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യ. നമ്മള് കേന്ദ്ര ഗവൺമെന്റിന്റെ ഞാൻ ചോദിക്കുന്നത് എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? സുപ്രീം കോടതി സർക്കാരിനൊപ്പം നിൽക്കുമോ, പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ഏതാണ് ശരിയെന്ന് കരുതുന്നു? കക്ഷികളുടെ ഒപ്പം നിൽക്കും, പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കും. എന്റെ അഭിപ്രായം അതാണ്. ശരി, ഓക്കെ. അപ്പൊ ഇത് നിയമം ഭേദഗതി റദ്ദ് ചെയ്യുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതെ. പക്ഷേ ഏതായാലും സുപ്രീം കോടതി വളരെ രസകരമായ ഒരു കാര്യം, ഇതിന് തർക്കം നടക്കുന്നതിൻ്റെ ഇടയിലാണ് അവരുടെ ഒരു നിരീക്ഷണം എന്ന നിലയിലാണ് പറയുന്നത്. സുപ്രീം കോടതി പറയുന്നത് ഡൽഹി ഹൈക്കോർട്ടും വഖഫാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വഖഫ് ബൈ യൂസർ എന്ന് എല്ലാം തെറ്റല്ല, പക്ഷേ ഇതുപോലെ ഓരോ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളും വഖഫാണ് എന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ്. ശരി, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ കൂടി ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു? ഇത് അനന്തമായ ഒരു നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമോ? നമ്മൾ വിചാരിച്ചിടത്തേക്ക് പ്രശ്നപരിഹാരം സാധ്യമാകുമോ? ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പിന്നെ ഇത് ഇന്നത്തെ കേസ് വിടുന്നത് സിനിമയെ ഓർമ്മ എനിക്ക് വരുന്നത്. കാരണം ഈ കണ്ടതിന് മുഴുവൻ ഇപ്പൊ കേസായിട്ടുണ്ട് എല്ലാത്തിനും. ഇപ്പൊ സുപ്രീം കോടതി കുറെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. രണ്ടു ഭാഗത്തും അനുകൂലമായിട്ടൊന്നല്ല, നിഷ്പക്ഷമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ മറ്റേ കപിൽ സിബൽ പറഞ്ഞത് 22 പേര് ഈ വക ബോർഡിലുണ്ട്. അതിൽ 10 പേര് മുസ്ലിമും ബാക്കി 12 അഹിന്ദുക്കളുമാണെന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തിരുപ്പതിയില് ഇതില് മുസ്ലിം മറ്റു ജാതിക്കാരൊന്നും ഇല്ല.
അല്ല, രണ്ടുപേർ വന്നിട്ടുള്ളൂ. അല്ലല്ല, അത് അപ്പൊ ഇത് അങ്ങനെയല്ല, ഭയങ്കര പുലിവാലായിട്ട് മാറുന്ന തോന്നുന്നത്. ഭയങ്കര അങ്ങനെയല്ല. അത് ക്ലാരിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. മുത്തവല്ലികളാണ് വഖഫിന്റെ നിയന്ത്രണമുള്ളത്, അവരാണ് ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കും. പക്ഷേ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ബോഡിയിൽ അതിൽ 2 പേർ വേറെ വരും എന്നാണ്. അപ്പോൾ മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ളവർ വരാം എന്നാണ്. ഇതിപ്പോൾ അതിന് അമിത്ഷാ പറയുന്നത് ചാരിറ്റി കമ്മീഷണർ ഏത് മതക്കാരനാകണം എന്ന് പറയാൻ പറ്റില്ല. ചാരിറ്റി നടത്തുന്നത് വേറെ ആളുകളായിരിക്കാം, പക്ഷേ ചാരിറ്റി കമ്മീഷണറുടെ മതം നോക്കാൻ പറ്റില്ല. അത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അയാൾ ആ കാര്യം സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കും എന്നാണ് അവിടെ വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത്. ഏതായാലും കൊള്ളാം, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വിജു കരുനാഗപ്പള്ളിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. വിജു, എന്താണ് ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിൽ? എനിക്ക് പറയാനുള്ളത്, അല്ല, അങ്ങ് എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ആശാരി പണിക്കാരനാണ്. അപ്പൊ എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ നിയമം നടപ്പാക്കിയാലും നടപ്പാക്കിയില്ലേലും സാധാരണക്കാരൻ ജീവിക്കണം. കാരണം ഇപ്പം പശ്ചിമ ബംഗാളിൽ നടക്കുന്ന കലാപങ്ങൾ കണ്ടോ? ഇതിനു മുമ്പ് ഇലക്ഷൻ നടന്നപ്പോഴും കലാപം നടന്നത്. ഈ കലാപം നടക്കുമ്പോൾ മറ്റു ചാനലുകളോ, മലയാളത്തിലൊരു ചാനൽ ഞാൻ അറിയുന്നില്ല, ഞാൻ അപൂർവമായിട്ട് ഇത് കാണുന്നത്. അപ്പം ചാനലുകളൊന്നും ആ വാർത്ത കാണുന്നില്ല. അപ്പം മണിപ്പൂരൊക്കെ കലാപം നടന്നപ്പോ എന്നും ചർച്ചയും സംസാരവും വാർത്തയൊക്കെ ആയിരുന്നു. വർഗീയ കലാപങ്ങൾ ഉണ്ടാവാതിരിക്കുക, അതാണ്. ആരെന്ത് നടത്തിയാലും ഇവിടെ സാധാരണക്കാരൻ ജീവിച്ചു പോകണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത് കോടതി എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഒന്നെങ്കിൽ റദ്ദാക്കുക. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജോസഫ് സ്റ്റീഫൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫ് സ്റ്റീഫൻ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു അക്കൗണ്ടന്റാണ്. ഞാൻ പിന്നെ അങ്ങ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഈ പ്രേക്ഷകരുൾപ്പെടെ ന്യൂസ് 18 ഉൾപ്പെടെ പല ചർച്ചകളിലും ഇപ്പൊ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും നേരത്തെയൊക്കെ പറയുന്നത് വഖഫ് ആവശ്യമില്ലാത്തതാണ്, എന്തോ മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്നു എന്നൊക്കെ പറയുന്നു. വേറെ പ്രാധാന്യമില്ലാത്ത പല കാര്യങ്ങളും ന്യൂസ് 18 ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ വഖഫിനോടനുബന്ധിച്ച് ബംഗാളിലും മറ്റും കലാപം നടത്തുകയും കുറെ പേര് കൊല്ലപ്പെടുകയും ഏകപക്ഷീയമായ കലാപമാണ്. മലയാളത്തിലെ അങ്ങ് ഇത് കണ്ടില്ല എന്ന് എനിക്ക് ഖേദപൂർവ്വം അറിയിക്കാനുള്ളൂ. നമ്മളത് ചർച്ചയ്ക്കെടുത്തു, ഇന്നലെ അത് വളരെ വിശദമായി ചർച്ചയ്ക്കെടുത്തു. വൈകുന്നേരങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. പൊതുവേദിയിൽ ഇത് വഖഫ് മൊത്തത്തിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ വിഷയങ്ങൾ പരാമർശിച്ചു പോയി. അല്ലാതെ നമുക്ക് ഇപ്പൊ ബംഗാളിൽ നടക്കുന്ന ഒരു കാര്യത്തെ പൊതുവേദിയിൽ ഇത് പൊതുജനങ്ങൾക്ക് അതെ അതെ പൊതുവേദിയിൽ ഈ വഖഫ് ആ നിലയ്ക്ക് ജോസഫ് സ്റ്റീഫൻ അല്ലെന്നേ അങ്ങക്ക് അല്ല, അത് ജോസഫ് സ്റ്റീഫൻ അങ്ങ് ഇത് മനസ്സിലാക്കാതെ അല്ല, ഇത് പറയാൻ ഒരു ആരോപണം ഉന്നയിക്കുക എന്നിട്ട് മറുപടി പറയാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് എന്ത് ന്യായമാണ്? ഞാനും ഒന്ന് പറയട്ടെ. അല്ല, അത് കഴിഞ്ഞു. നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ഞാൻ വിധിച്ചു കഴിഞ്ഞു. അങ്ങ് ജഡ്ജോ മറ്റോ ആണോ? കയ്യിൽ വെക്കാം. ശരി, കയ്യിൽ വെക്കില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി പറയട്ടെ, കേൾക്കട്ടെ. അങ്ങ് കേൾക്കട്ടെ. അങ്ങ് ഇത്ര ശുഭിതരാകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, അങ്ങ് ഒരു തീരുമാനം പറഞ്ഞ് ആ തീരുമാനം അത് ഞാനിതാ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് അങ്ങയുടെ കാല് പിടിക്കണോ? അല്ല, അത് തിരിച്ചു പറയാനുള്ളത് എനിക്ക് അവസരം തരുന്നേ. അങ്ങ് പറഞ്ഞല്ലോ, ഇനി ബാക്കി ഞാൻ പറയട്ടെ. അതിൽ ഇത്ര അക്ഷമനാകുന്ന കാര്യമൊന്നും അങ്ങ് പറയുന്നത് മുഴുവൻ കേട്ടിട്ടല്ലേ? എന്നെ പറ്റിയല്ലേ അങ്ങ് കുറ്റം പറഞ്ഞത്? എന്നെ പറ്റിയല്ലേ? അല്ല, കേൾക്കുന്നേ. അങ്ങിത് കേൾക്കൂ. ബഹളം വെക്കാതെ കേൾക്കൂ. അങ്ങ് പറഞ്ഞല്ലോ, ഇനി കേൾക്കൂ. ഒരു മിനിറ്റ് കേൾക്കൂ. ഇത്ര അസഹിഷ്ണുത എന്തിനാണ്? ഞാൻ അങ്ങയോട് പറഞ്ഞു, അങ്ങ് ഒരു ആരോപണം ഉന്നയിക്കുകയാണ്, ന്യൂസ് 18 ഈ വിഷയം ചർച്ച ചെയ്തില്ലെന്ന്. വഖഫ് പ്രതിഷേധം ദേശവ്യാപകമായി നടക്കുന്നൊരു വിഷയത്തെപ്പറ്റി കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവേദി ചർച്ച ചെയ്തു. ഇന്നലെ ഈ വിഷയം ന്യൂസ് 18 രാത്രി ചർച്ച ചെയ്തു. എന്നിട്ട് അങ്ങ് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് ന്യൂസ് 18 ചർച്ച ചെയ്തിട്ട് നിൽക്കുന്നേ. എന്നിട്ട് അങ്ങ് ശുഭിതരാവുകയാണ്. കാരണം എന്താ? അതിന്റെ മറുപടി കേൾക്കാൻ താല്പര്യമില്ല. മറുപടി പറഞ്ഞാൽ അങ്ങ് പൊളിഞ്ഞു പോകും. ഈ മറുപടി കേൾക്കാൻ താല്പര്യമില്ലാതെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിൽ ഇതിനെ അങ്ങ് ഇതാക്കി വെച്ചിരിക്കുകയാണ്, അങ്ങ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പേടി ഇതിന്റെ ചർച്ച ചെയ്താൽ ഇതിന്റെ കാര്യം പുറത്തു വരും എന്നുള്ളതാണ്. അപ്പൊ മാധ്യമങ്ങളെ അങ്ങ് അടച്ചാക്ഷേപിക്കുക. മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങയുടെ ബംഗാളിലെ മുഷീദാബാദിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ ഇവിടെ ഇങ്ങനെ ആക്രമണങ്ങൾ നടക്കുന്നു, 3 പേർ കൊല്ലപ്പെട്ടു, 400 പേര് ഇവിടെ നാട്ടിപ്പായിച്ചു എന്ന് ബംഗാളിലെ മുഷീദാബാദിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാണോ? ഈ മാധ്യമങ്ങൾ വഴിയല്ലേ അങ്ങ് ഇത് അറിഞ്ഞത്?
എന്നിട്ട് പച്ചക്കള്ളം വിളിച്ചു പറയാ. ഒരു മാധ്യമം ഇത് കേട്ടാൽ തോന്നും കേരളത്തിലെ ജോസഫ് സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ആളുകളെ മുർഷിദാബാദിൽ നടന്ന കലാപത്തിലും അവിടെ നടന്ന ആക്രമണങ്ങളെ കുറിച്ചുമൊക്കെ മുർഷിദാബാദിലെ ജനങ്ങൾ നേരിട്ട് ഫോൺ ചെയ്ത് പറയുകയാണ്, കേട്ടോളൂ ഇങ്ങനെ മുർഷിദാബാദിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത വായിക്കുക, അത് ആ മാധ്യമങ്ങളിൽ കൂടെ തന്നെ മുഴുവൻ മനസ്സിലാക്കുക, എന്നിട്ട് അതിനപ്പുറത്ത് നിന്നിട്ട് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. മാധ്യമങ്ങൾ ഒരു ഏകപക്ഷീയമായി പോകുന്നു. രണ്ട് ഭാഗത്തെയും നിലപാടുകൾ വരും. നിങ്ങളെ ആട്ടിയോടിച്ചവരെയും സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരും. അപ്പൊ അത് ഏകപക്ഷീയമൊന്നുമല്ല, എല്ലാ വർഷവും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അങ്ങനെ വിറപ്പിക്കുക, അങ്ങനെ നിങ്ങൾക്ക് നാട്ടിൻ പുറത്തെ ഈ ഏതെങ്കിലും ആൽത്തലയിൽ ഈ കഥ പറയാം. ന്യൂസ് 18 പൊതുവതി എന്നാൽ പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാൻ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ എല്ലാവിധ അഭിപ്രായങ്ങളും വരും. അപ്പൊ ആ അഭിപ്രായങ്ങൾ ന്യൂസ് 18 കുറ്റം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടാകണം, അല്ലാതെ എന്തെങ്കിലും ഏകപക്ഷീയമായി അങ്ങ് വിളിച്ചു പറയുകയല്ല. ഓക്കെ, ശരി, അങ്ങക്ക് താല്പര്യം ഇത്, എന്നിട്ട് അങ്ങ് ഇത് കാണുന്നുണ്ടല്ലോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇത്രയും വാർത്ത ഏകപക്ഷീയമായി കൊടുക്കുന്ന ഈ ചാനൽ അങ്ങ് കൃത്യമായി കാണുന്നുണ്ടല്ലോ. ശരി, രാജൻ കൊല്ലം. ശ്രീ രാജൻ. ഹലോ. അയ്യോ, ഒന്ന് തണുപ്പീരെ, എന്തെങ്കിലും ഒന്ന് കുടിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര കഷ്ടമായിപ്പോ. ഞാൻ ഈ പൊതുവേദി അവതരിപ്പിക്കാൻ നിൽക്കുമ്പോ എന്റെ ചില സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് അർജുൻ ഇടക്കിടക്ക് എനിക്ക് വെള്ളം കൊണ്ട് തരുന്നതാണ്. ഇന്നെന്തോ കാണാനില്ല. അതെ, എനിക്ക് അത് ഭയങ്കര ദുഃഖമായിപ്പോ ഇങ്ങനെ മനു ഇങ്ങനെ ഇത്ര ചൂടാകില്ല. അതിന് ഞാൻ പറയുന്നത് അല്ല, വിവരമില്ലാത്തതല്ല. ഇതിലെന്താന്ന് വെച്ചാൽ രാജൻ, ഇത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഇപ്പം ഞാൻ അങ്ങേക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ സ്വാഭാവികമായും അതിന് മറുപടി പറയാൻ അങ്ങേക്ക് ഒരു അവസരം കിട്ടണം. അല്ലെങ്കിൽ അങ്ങക്ക് ഒരു പൊതു അഭിപ്രായം പറയാം, അതിന് മറുപടി പറയാൻ എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങ് BJP-യെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ CPM-നെ കുറ്റം പറയുന്നു, CPI കുറ്റം പറഞ്ഞാൽ അതിന്റെ അഭിപ്രായം പറയാൻ CPI-ക്കാർ വന്ന് പറയട്ടെ എന്ന് എനിക്ക് വിചാരിക്കാം. പക്ഷെ എന്നെ പറ്റി പറഞ്ഞാൽ അത് വേറെ ആരും അതിന് മറുപടി വരില്ല, ഞാൻ തന്നെ പറയണം. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യത്തെ കാണാതെ ഏകപക്ഷീയമായി ഇങ്ങനെ പറയുകയാണ്. പൊതുവേദി എന്തൊക്കെ ചർച്ച ചെയ്യുന്നു, ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നു. അതെ, അപ്പൊ ശ്രീ രാജന് ഇന്നത്തെ ഈ ചാനല് ഈ പരിപാടി വളരെ നന്നായിട്ട് സക്സസ് പോവാണ്. അത് തല്ലിക്കെടുത്താൻ ഓരോരുത്തർ നോക്കുന്നുണ്ട്. മറ്റു ചാനലുകാരും ഇപ്പം തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതൊക്കെ വരട്ടെ. പക്ഷെ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ അടികൂടിയാലും ആളുകൾ തിരിച്ചു വരുന്നു, ഐക്യത്തോടെ വീണ്ടും സംസാരിക്കുന്നു, സ്നേഹവും. അതാണ് അതിന്റെ കാര്യം. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എനിക്കിപ്പം എന്നോട് വിരോധമായിട്ട് പറഞ്ഞവരോടും ഞാൻ അന്വേഷിക്കാറുണ്ട്. പണ്ട് അല്ല, പക്ഷെ ഈ അങ്ങേ എതിർക്കുന്നവർ പോലും അങ്ങനെ 10 ദിവസം അടുപ്പിച്ച് വരാതിരുന്നപ്പോൾ ഈ രാജൻ കൊല്ലത്തിന് എന്തു പറ്റി എന്ന് ശ്രീ രാജനെ അന്വേഷിക്കുകയാണ് എല്ലാവരും. അതുണ്ടാവും. അതെ, നമ്മുടെ തിരുവനന്തപുരംകാരൻ പണ്ട് ഞാൻ സോണിയാഗാന്ധി മോനെ കുറിച്ചും പറഞ്ഞപ്പോ ഞാൻ വായെടുത്ത കള്ളമാ പറയുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ തണ്ട സത്യമായിട്ട് വന്നു. എല്ലാം ഇപ്പം പേപ്പറിനൊക്കെ അടിച്ചു വന്നു, ന്യൂസും കാര്യങ്ങളെല്ലാം വന്നു. അവരെ ED പിടിച്ചു, അത് പിടിച്ചു, ഇത് പിടിച്ചു, ഭദ്രയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ന്യൂസ് വന്നു കഴിഞ്ഞു. അപ്പൊ പുള്ളിയോട് പറയണം, ഞാൻ കള്ളം പറയാറില്ല, ഞാൻ കോൺസുലേറ്റിൽ വരെ വർക്ക് ചെയ്താണ്, ഈജിപ്ത് കോൺസുലേറ്റ് വരെ. അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. എന്നിട്ട് ഈ കാര്യത്തെ കുറിച്ച് ഇപ്പൊ വഖഫിന്റെ നിയമം വന്നു, അത് വിജ്ഞാപനമാകണം. വിജ്ഞാപനമായ അത് നിയമമായിട്ട് വന്നെങ്കിൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരത്തുള്ളൂ. പിന്നെ പക്ഷേ ഈ കോടതിയിൽ ഇങ്ങനെ ഈ തർക്കം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് ഇനി അനന്തമായി അതിന്റെ പുറത്ത് നീണ്ടുപോകുമ്പോൾ അത് ഇത് പെട്ടെന്ന് തന്നെ ഇത് ചട്ടമായി ഒക്കെ റൂൾസായി വരും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, അതോ ഇത് തർക്കമായി അനന്തമായി നീളുമെന്നാണോ? ഇല്ല, കാരണം എന്ന് വെച്ചാൽ 283 പേര് സാറേ, ലോക്സഭയും രാജ്യസഭയും പിന്നെ എന്തിനാ സാറേ 283 പേരോളം പാസ് ചെയ്ത് 130ഉം 283 ഇവിടെ കിടക്കുന്നു. പിന്നെ രണ്ടാമത് രാജ്യസഭ പാസ് ചെയ്തു, പിന്നെ നമ്മുടെ പ്രസിഡന്റ് പാസ് ചെയ്തു. ഇനിയിപ്പോ സുപ്രീം കോടതിക്ക് എന്താക്കും? അത് പാസ് ചെയ്തേലേ പറ്റത്തുള്ളൂ. പണ്ട് ഗവർണർ പിടിച്ചു വെച്ച പോലെ ഈ നിയമമാക്കിയാലേ പറ്റത്തുള്ളൂ. അത് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കഴിയുമ്പോൾ ഈ വഖഫിന്റെ ഈ ലഫടകളെല്ലാം തീരുക. അതാണ്ടിപ്പം തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 13 കിലോമീറ്റർ സ്ഥലമാണ് വഖഫ് ഫണ്ട് പോയിരിക്കുന്നത്. അപ്പൊ അവരവിടെ കേസ് നടത്താൻ പോവാ. നടത്തി കഴിഞ്ഞാൽ അതിന്റെ പേപ്പറും വഖഫിന്റെ ഇല്ലെങ്കിൽ അത് അവർക്ക് തന്നെ കിട്ടും. ഇത് വിജ്ഞാപനമായി വന്നു കഴിയുമ്പോൾ ഇത് പ്രാബല്യത്തിൽ തന്നെ വരും സാറേ, അതിനൊന്നും പേടിക്കൊന്നും വേണ്ട. പിന്നെ വേറൊരു സന്തോഷ വാർത്ത, ഈ സുപ്രീം കോർട്ട് നിൽക്കുന്ന സ്ഥലം വഖഫാണ്. അവര് സുപ്രീം കോർട്ടുകാർ മാറിക്കൊടുക്കണമെന്ന് പറയണം. ഇന്ന് അങ്ങനെ ഒരു തർക്കം വന്നു. വഖഫ് സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഡൽഹി ഹൈക്കോടതി ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന ഒരു വാദം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയാണ്. ഏതായാലും വ്യക്തമാണ് വഖഫിൽ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. വഖഫ് സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ വസ്തുക്കൾ അല്ലാതാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. വഖഫ് ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്.
വഖഫിൽ ഒരു ഇടക്കാല സുപ്രീം കോടതിയാണ് 73ഓളം ഹർജികൾ പരിഗണിച്ചത്. അതിലൊരു ഇടക്കാല ഉത്തരവ് എന്ന നിലയിലാണ് ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ വസ്തുക്കൾ അല്ലാതാക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഈ വഖഫ് ബൈ യൂസർ എന്നത് ഒരു വലിയ വിവാദമായൊരു പ്രശ്നമായിരുന്നു. അതിനെയാണ് കോടതി പറഞ്ഞത് പല കാര്യങ്ങളും വഖഫ് ബൈ യൂസർ എന്ന് പറയുമ്പോൾ പല വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്, പഴയ 100, 200, 300 ആണ്ടുകൾക്ക് മുന്നിൽ ഉള്ളതാണ്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഒക്കെ വഖഫായിട്ടുള്ള ഇടങ്ങളെ പിന്നീട് അതിൻ്റെ രേഖ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നൊരു നിലപാട് ഇടയിൽ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അത് കോടതി പറയുന്നത് ബിഫോർ ദ ബ്രിട്ടീഷേഴ്സ് കെയിം വി ഡിഡ് നോട്ട് ഹാവ് ലാൻഡ് രജിസ്ട്രേഷൻ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഭൂമി അങ്ങനെ കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നില്ല, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മസ്ജിദുകൾ നിർമ്മാണം നടത്തിയ 14, 15, 17 നൂറ്റാണ്ടുകളിലൊക്കെ അവിടെ രജിസ്റ്റേർഡ് സെയിൽ ഡീഡ് ഉണ്ടാകുക എന്നത് അപ്രായോഗികമാണ്. ലൈക്ക് ഇൻ ദിസ് കേസ് ജുമാ മസ്ജിദ് ഈസ് വഖഫ് ബൈ യൂസർ എന്ന്. അപ്പോൾ ജുമാ മസ്ജിദ് വഖഫ് ബൈ യൂസറാണ്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ വഖഫ് ബൈ യൂസർ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ തിരിച്ചെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. വിജയൻ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ശ്രീ വിജയൻ, അങ്ങ് എന്ത് പറയുന്നു? ഈ കോടതി വിധി ഇങ്ങനെയാണ് ഇടക്കാലമായി ഉത്തരവ് വന്നിരിക്കുന്നത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്തേ സാറേ. നമസ്കാരം. നമസ്തേ സാറേ. ഹലോ, നമസ്തേ. കേൾക്കാം ശ്രീ വിജയൻ, പറയും. പറയട്ടെ. അതെ, ഇപ്പൊ നമുക്കിത് കേരളത്തിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായത് കൊണ്ട് വഖഫ് എന്താണെന്നും പാവപ്പെട്ടവര് കാശ് കൊടുത്ത് മേടിച്ച ഭൂമി അവര് കരമൊടുക്കി അവര് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ സ്വന്തം ഭൂമിയായിട്ട് കൊണ്ടു നടന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ അവര് വന്നുകൊണ്ട് ഇത് കരമൊടുക്കാനൊക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ റവന്യൂ അവകാശങ്ങൾ മുഴുക്കെ ഹനിച്ചപ്പോൾ നമുക്കത് ഒരു കാര്യം മനസ്സിലായി. ഈ രാജ്യമൊട്ടുക്ക് ഇപ്പം പാർലമെന്റ് നിൽക്കുന്ന സ്ഥലവും സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലവും എല്ലാം വഖഫാന്ന് പറഞ്ഞ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം എങ്ങോട്ട് പോവും? ഹലോ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നോ ഇൻട്രീം ഓർഡർ പാസ്. അപ്പോൾ ഇത് നിർദ്ദേശം എന്ന നിലയിലാണ് കോടതി പറയുന്നത്. കോടതി പറയുന്നു കോർട്ട് ടു ഹിയർ ആഫ്റ്റർ 2 PM ഫ്രം റിക്വസ്റ്റ് ഫ്രം റെസ്പോണ്ടൻസ് എന്ന് സുപ്രീം കോടതി പറയുന്നു. യെസ്, സുപ്രീം കോടതി ഈ വിഷയത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ നിയമം ഇനിയും തർക്കങ്ങൾ തുടരും എന്ന സൂചന തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പൊതുവേദിയിൽ നിരവധി പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അനുകൃഷ്ണൻ പറയുന്നത് തൊഴിലുറപ്പ് കൂലി കുടിശ്ശികയായിട്ട് 4 മാസമായി എന്ന് പറയുന്നു. മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല എന്ന് പറയുന്നു. അനുകൃഷ്ണൻ ഈ പറയുമ്പോൾ തന്നെ ഇത് വാർത്തയാവുകയാണ്, നമ്മളിതിവിടെ കൊടുക്കുകയാണ്. കമൻറ്റ് വായിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. ഞാൻ അതിലേക്ക് വരാനൊരു ഇടയിൽ ഒരു തർക്കം വന്നു പോയതുകൊണ്ടാണ് അനുകൃഷ്ണൻ്റെ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. തൊഴിലുറപ്പ് കൂലി കുടിശ്ശികയായിട്ട് 4 മാസമായി, അത് കിട്ടുന്നില്ല എന്ന് അനുകൃഷ്ണൻ പറയുന്നു. അത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും എന്നാണ് നമ്മളും വിചാരിക്കുന്നത്. ഒരു വലിയ പ്രതിഷേധം അതിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് എന്നാണ് ഞാനും കരുതുന്നത്. ജയകുമാർ പറയുന്നു, നമസ്കാരം, റദ്ദ് ചെയ്തിട്ടില്ല, പക്ഷേ കേന്ദ്ര സർക്കാരിനോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒരാൾ എന്നെ പൊന്നു മാപ്രേ എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, മഹാനായ ആ MJക്ക് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും. കോടതിക്ക് നേരെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല, നേരത്തെ ഒന്നും പറയാനുണ്ടായിരുന്നില്ലെന്ന് സ്മോക്ക് പറയുന്നു. ജോസഫ് സ്റ്റീഫൻ സെബാസ്റ്റ്യൻ ചിറമേൽ അദ്ദേഹത്തിന് എന്തോ ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബംഗാളിൽ ഹിന്ദു വംശഹത്യ നടക്കുന്നു. രാഹുൽ നെഹ്റു അങ്ങോട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഒരാൾ ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ. ഓക്കെ, രമേഷ് TV നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അബ്രഹാം CO പറയുന്നു കാസക്കാരെ കാണാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, മെഹമ്മൂദ് CV ചിരിക്കുന്നുണ്ട്. സുനിമോൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കോടതി റദ്ദ് ചെയ്യില്ല എന്ന് പറയുന്നു. ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. കോടതിക്ക് പാവപ്പെട്ട മുൻപം ജനങ്ങളോടൊപ്പം നിൽക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ഭൂമി റവന്യൂ റിക്കവറി പുനഃസ്ഥാപിച്ച് തിരികെ നൽകണം എന്ന് പറയുന്നു. ജോസഫ് KM പറയുന്നു 70 ഹർജിക്കാർ സുപ്രീം കോടതിയിൽ സ്റ്റേ ഇല്ല. ഓക്കെ, സ്റ്റേ ഇല്ല എന്നത് വ്യക്തമാണ്, നിയമത്തിന് സ്റ്റേ ഇല്ല. അതാണ് ജോസഫ് സ്റ്റീഫൻ ആ വാക്ക് വ്യക്തമാക്കി. തൽക്കാലം സുപ്രീം കോടതി ഈ നിയമം സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്ന ജോസഫ് സ്റ്റീഫൻ പറയുന്നത് വളരെ കൃത്യമാണ്. ഓക്കെ, അരുൺ ദ്യുതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരവും ഇതൊക്കെ തുടരുന്നുണ്ട്. കലക്ടർക്ക് തുടരാം എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാർ എന്ത് ചെയ്യും എന്ന് ജോസഫ് ചോദിക്കുന്നു. അത് ഇന്ന് ജഡ്ജി പരിഹാസ രൂപേണ ഉന്നയിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ ജോസഫ്. അത് ഡൽഹി ഹൈക്കോടതിയും വഖഫ് പ്രോപ്പർട്ടിയാണെന്ന ഒരു തർക്കം വന്നിട്ടുണ്ടെന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്.
ഓക്കെ, ഒരാൾ എന്നോട് ചോദിക്കുന്നു തിരിച്ച് നമസ്തേ പറയണമെന്ന്. അത് ഞാൻ നമസ്കാരം എന്ന ഒരു പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നമസ്തേ എന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു മലയാള രീതി നമസ്കാരം എന്നതാണ്. ഞാൻ അപ്പോൾ നമസ്തേ എന്ന് പറയുമ്പോൾ തിരിച്ച് നമസ്തേ എന്നല്ല, എൻ്റെ ഒരു അഭിവാദ്യ രീതി എന്ന രീതിയിൽ നമസ്കാരം എന്ന് പറയുന്നു. അതാണ്, നമുക്ക് രണ്ടുപേരും മലയാളികളാണല്ലോ, നമ്മൾ സംസാരിക്കുന്ന രണ്ടുപേരും മലയാളികളാണ്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് നമസ്കാരം എന്നാണ്. ഉത്തരേന്ത്യയിൽ നമസ്തേ എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദി രീതിയാണ്. നമസ്തേ മാസ്റ്റർ ജി എന്നൊക്കെ അവർ നമ്മളെ കാണുമ്പോൾ നമസ്തേ എന്ന് പറയും, നമ്മൾ നമസ്കാരം എന്ന് പറയും. രണ്ട് മലയാളികൾ കാണുമ്പോൾ ഉത്തരേന്ത്യൻ രീതി വേണോ എന്നതാണ് എൻ്റെ ഒരു സംശയം. ഓക്കെ, ഏതായാലും സന്തോഷ് തെടുവിലിന് എന്നോടുള്ള പരാതി തീർന്നു കാണും എന്ന് പറയുന്നു. എല്ലാ ദിവസവും മനു തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് ഞാനും കിരൺ ബാബുവും കൂടി കൂട്ടായി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ തന്നെ എല്ലാ ദിവസവും വരിക എന്നല്ല, ചിലർ കിരൺ ബാബുവിന് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഓക്കെ, അതാണ് വൈശാഖിൻ്റെ അഭിപ്രായം. ഓക്കെ, താൻ മൂളുന്നത് വരെ ഹെഡ്സെറ്റ് വഴി കേൾക്കാം എന്ന് പറയുന്നുണ്ട്. ആര്? സന്തോഷ്. അത് കേട്ടോട്ടെ, ഞാനിപ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒളിച്ചു വയ്ക്കുന്നില്ല. സന്തോഷ്. ജോസഫ് പറയുന്നു അമുസ്ലിമുകൾക്കും വനിതകൾക്കും കമ്മിറ്റിയിൽ തുടരാം, കേസ് ഹൈക്കോടതിയിലേക്ക് വിടാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ പറയുന്നു. ഓക്കെ, ബട്ടർഫ്ലൈ പറയുന്നു ദാനം നൽകിയ ഭൂമി വിൽക്കാനും പാടില്ല എന്ന് പറയുന്നു. ഷാഹുൽ ഹമീദ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. കേരള ജനതയ്ക്ക് നീതിക്കൊപ്പം നീതി നിഷേധിക്കുന്നവർക്കൊപ്പം BJP എന്ന് തോമസ് MP പറയുന്നു. രമേശ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഉമ്മർ P സുഖമാണോ എന്ന് ചോദിക്കുന്നു. BJP ഹിന്ദു മുസ്ലിമിന് അടിപിടിക്കുന്നു, 140 എണ്ണവും തോൽക്കും എന്ന് ഉമ്മർ മണ്ണാർക്കാട് പറയുന്നു. അതുപോലെ വഖഫ് ബില്ലും ഒരു വാഗ്ദാനമെന്ന് സ്റ്റീഫൻ റൊണാൾഡ് പറയുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്ക് അച്യുതൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ തൽക്കാലം എന്തായാലും ഇന്ന് ഒരു സ്റ്റേ ഇല്ല, തുടർന്ന് വീണ്ടും നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇപ്പോൾ ലഭിക്കുന്നത്? അതായത് ഞാനിപ്പം താമസിക്കണത് ഒരു കാലത്ത് ബഫക്ക എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് വന്നാൽ എവിടെ പറയുന്നത് അതിനെക്കൊണ്ട് ഒരു നിയമം വരുന്നത് ശരിയല്ലേ? ബഫക്ക് എന്ന് പറഞ്ഞപ്പോ ഓലിപ്പം ബഫക്ക് നിയമം കൊണ്ടുവന്ന് അത് ബഫക്ക് ഭൂമിയൊന്നും തിരിച്ചെടുക്കൂല. അപ്പൊ ആ രേഖാപരമായിട്ട് ബഫക്കിനല്ലാത്തത് മാത്രം ഗവൺമെന്റിന്റെ ആയി മാറുള്ളൂ. അത് നല്ലതല്ലേ? എത്രയോ മുസ്ലിമുകൾ ബഫക്ക് ഭൂമിയാന്ന് പറഞ്ഞ് മുസ്ലിമുകൾ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതികൾ പല സംസ്ഥാനത്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്ന അനിവാര്യമായ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് തന്നെ ഇപ്പൊ എന്ന് പറഞ്ഞ നോട്ടീസ് അയച്ചാൽ ഞാൻ പോകേണ്ടി വരില്ലേ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മൾ വഖഫിനെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇത് കോടതിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് ഒരു പ്രധാന ചോദ്യം. അതിൽ ഏറ്റവും ആശങ്കാജനകമായിരുന്നത് ഈ വഖഫ് ബൈ യൂസർ എന്ത് സംഭവിക്കും എന്നതാണ്. കാരണം അതിൽ കോടതി പറയുന്നത് ചില പഴയ കാര്യങ്ങൾ 14, 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ വഖഫായ ചില ശ്മശാനങ്ങൾ, അതുപോലെ ചില കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴതിൻ്റെ രേഖ കൊണ്ടുവരണം, അല്ലെങ്കിൽ വഖഫ് ചെയ്തതിൻ്റെ രസീത് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് കോടതി അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഏതായാലും ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, വീണ്ടും കേസ് പരിഗണിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എൻ്റെ അടുത്ത കോളർ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരാണ്. ഇന്നലെ നമ്മൾ സംസാരിക്കാനായി തുടങ്ങുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ്റെ ടെലിഫോൺ കട്ടായിപ്പോയി. ഞാൻ കുറച്ചു നേരം നോക്കി, പക്ഷേ കിട്ടിയില്ല. എന്നാൽ അങ്ങ് എന്ത് തോന്നുന്നു? ഈ നിയമ കോലാഹലങ്ങളും വലിയ മഹാറാലിയുമൊക്കെ കാണുമ്പോൾ ഇത് എവിടെ എത്തുമെന്നൊരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് ശ്രീ രാധാകൃഷ്ണൻ? നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ഉത്തരവിലൂടെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നത്. ഒരു കാര്യം ശരിയാണ്, നമ്മൾ പല സുഹൃത്തുക്കളും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ അർദ്ധരാത്രിയിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അർദ്ധരാത്രി ആവുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പലരുടെയും കൈവശമിരിക്കുന്ന രേഖകൾ ഇന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കഴിയില്ല. അതൊക്കെ വെറും ബാലിശമാണ്. അതിനൊക്കെയാണല്ലോ ഇവിടെ കോടതി ഉള്ളത്. സമീപകാലത്ത് കോടതിയുടെ പല പരാമർശങ്ങളും വളരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ പല പരാമർശങ്ങൾ 2 ദിവസത്തിന് മുമ്പ് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ ഗവർണർ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പല നിലപാടുകളും വളരെ ആശങ്കാജനകമാണ്. കാരണം ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേക ഭരണ സംവിധാനം ഒരു പ്രത്യേക പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നതിന്റെ ഒരു ആശങ്കയും കോടതിയുടെ സമീപകാലത്തെ വിധികളിലുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ സുപ്രീം കോടതിയുടെ വിധി. സ്റ്റേ ഇല്ല എന്നുള്ളത് കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി. നമ്മളോട് എന്താ പറയുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഇരിക്കുന്ന കണ്ണു കെട്ടിക്കൊണ്ട് ഉള്ള ആ വെളുത്ത രൂപത്തിന് മുന്നിൽ തൂക്കി പിടിച്ചിരിക്കുന്ന ആ ത്രാസ്
അതിൽ എല്ലാ മതങ്ങളും നമ്മൾ രേഖകൾ പരിശോധിക്കട്ടെ. പണ്ട് ഇതുപോലെ വലിയ വിഷയങ്ങൾ വന്നിട്ടാണ് ജനങ്ങളെ പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ബാബറി മസ്ജിദ് പ്രശ്നം അടക്കം അറിയാം. ഇതൊക്കെ കോടതിയുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഏതായാലും സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് മറ്റു പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം നിൽക്കുന്നു. ഡേവിഡ് വിജയ് ജാം നഗറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, വളരെയധികം സന്തോഷം. ജാം നഗറിൽ എത്തിയിട്ടും പൊതുവേദിയെ മറന്നില്ല, ഞങ്ങൾക്കൊപ്പം ചേർന്നു എന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്, ഒപ്പം സന്തോഷകരമായ. ഞാൻ പള്ളിക്കലാണെങ്കിലും ജാംനഗറിലാണെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം വന്നാൽ എപ്പോഴും കാര്യമായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതെ അതെ അതെ. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഞാൻ പേപ്പർ വായിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അറിയാൻ പാടില്ല എന്താ സുപ്രീം കോടതി അതിന്റെ റിമാർക്സ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അല്ല, സുപ്രീം കോടതിയിൽ ഇന്ന് ഈ കേസ് വന്നു. പക്ഷേ കേസിൽ താൽക്കാലികമായി സ്റ്റേ ഇല്ല. അത് വീണ്ടും ഇത് വാദം കേൾക്കും. പക്ഷേ ചില നിർദ്ദേശങ്ങൾ വഖഫ് ബൈ യൂസർ എന്ന പേരിൽ ഉള്ളതോ അല്ലെങ്കിൽ കോടതി നൽകിയിട്ടുള്ള ഉത്തരവ് പ്രകാരം വഖഫായിട്ടുള്ള പ്രോപ്പർട്ടികൾ തൽക്കാലം മാറ്റരുത് എന്ന നിലപാടുകളൊക്കെ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ല, വഖഫ് ബൈ യൂസർ എന്നുള്ളതിന് അർത്ഥമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് തന്നെ അവരുടെ രാജസ്ഥാനിലെ മൊയ്നുദ്ദീൻ ക്രിസ്റ്റിയോ ഒരു ദർഗയുടെ മെയിൻ ആള് പറഞ്ഞിട്ടുണ്ട്. അത് കുറെ പേര് ഒരു വെള്ളാണിയായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുക. സാധാരണ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഒരു സ്ഥലത്തില്ല. ഞാനിവിടെ ഗുജറാത്തിൽ തന്നെ ജാംനഗറിലെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു വഖഫ് ബോർഡ് ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ അവിടുത്തെ പോലെ ഡിസ്ട്രിക്ട് കളക്ടർമാരാണോ അലീന അബ്ദുള്ള എന്നൊക്കെ പറയുന്ന നമ്മുടെ അവിടുത്തെ മുസ്ലിം സ്ത്രീകളൊക്കെ എത്രയോ, ഈവൻ വിമൻ പോലീസ് ഫോഴ്സിൽ പോലും ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ IPS കാരായിട്ടുണ്ട്. ഇവിടെയൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ബോർഡിനെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് തന്നെ വലിയൊരു അഭിപ്രായമില്ല. അപ്പൊ എന്റെ ഏറ്റവും എളിയ നിഗമനം, കാരണം സുപ്രീം കോടതിയിൽ സബ് ജുഡീസ് മാറ്റർ ആയതുകൊണ്ട് നമ്മളൊന്നും പറയാൻ പാടില്ലാത്തതാണ്. സുപ്രീം കോടതി ആ വിഷയം പരിഗണിക്കുന്ന അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നിരിക്കുന്നു. സുപ്രീം കോടതി says that it is processing a pass on the order of the following petitions challenging the Waqf Amendment Act of 2025. The properties declared by court as Waqf should not be denotified as Waqf. Waqf property ആണെന്ന് കോടതി പറഞ്ഞിട്ടുള്ള കേസുകളിൽ അതിനെ ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല, വെദർ ദേ ആർ വഖഫ് ബൈ യൂസേഴ്സ് ഓർ വഖഫ് ബൈ ഡീഡ്. കോടതി എന്തൊക്കെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, കോടതി ഞാൻ പറയുന്നത് മുമ്പ് തർക്കം, ഒരു മിനിറ്റ്, തർക്കം മുഴുവൻ കേൾക്കട്ടെ, പ്രേക്ഷകർക്ക് അതിൽ ഒരു അഭിപ്രായം വ്യക്തമാകുന്നതാണ്. വെദർ ദേ ആർ വഖഫ് ബൈ യൂസർ ഓർ വഖഫ് ബൈ ഡീഡ് വൈൽ ദ കോർട്ട് ഈസ് ഹിയറിംഗ് ദ ചാലഞ്ച് ഓഫ് വഖഫ് അമെൻമെന്റ് ആക്ട് 2025 കേസ് നടക്കുന്ന ഘട്ടത്തിൽ വഖഫ് ബൈ യൂസറായോ അല്ലെങ്കിൽ വഖഫ് രേഖാമൂലം വഖഫായോ പ്രോപ്പർട്ടികൾ ഡീനോട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ദ കോർട്ട് ഓർഡേഴ്സ് ദാറ്റ് ദി പ്രൊവിഷൻ ഓഫ് ദി അമെൻമെന്റ് ആക്ട് ആസ് പെർ ദ വഖഫ് പ്രോപ്പർട്ടി വിൽ be treated as waqf while the collector is conducting an inquiry whether the property is a government land will not be given effect. അപ്പോൾ കളക്ടർക്ക് അത് പരിശോധന നടത്താം. will not be treated as a waqf will not be treated as വഖഫ്. വഖഫായി പരിഗണിക്കില്ല. കലക്ടർ പരിശോധന നടത്തുന്ന പ്രോപ്പർട്ടികൾ വഖഫായി പരിശോധിക്കില്ല. കാരണം അതിൽ വഖഫ് തർക്കമുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ അതിനെ വഖഫായി പ്രഖ്യാപിക്കാൻ പറ്റില്ല. The court says that the members of the Waqf board and central Waqf board must be Muslims except the ex officio members എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സർക്കാരിന് വലിയ തിരിച്ചടി വന്നിട്ടില്ല ഇപ്പോഴത്തെ നിർദ്ദേശങ്ങളിൽ നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചടി വരാൻ പാടുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ബാബരി മസ്ജിദ് പ്രശ്നം കൊണ്ട് എന്തെല്ലാം കലാപങ്ങളുണ്ടായി, എത്ര പേരുടെ ജീവൻ പോയി, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അപ്പുറത്ത് ബാബരി മസ്ജിദ് ഇപ്പൊ നല്ല നിലയിൽ ഉയർന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഇപ്പുറത്ത് അതിലും വലിയ പബ്ലിസിറ്റി ഒക്കെ ആയിട്ട് വരുന്നു. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ഒരു പ്രേക്ഷകൻ ന്യൂയോർക്കിൽ നിന്ന് സഹോദരങ്ങൾ കുറച്ച് സഹിഷ്ണുതയോടെ കാര്യങ്ങൾ ചെയ്യണം. ശരി, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പോലും ഇതൊരു വലിയ ത്രട്ട് ഭീഷണിയായിട്ട് ഭാവിയിൽ വരും. അല്ലാതെ കോടതി പറഞ്ഞാൽ ഞാൻ ഇത് വെക്കില്ല, അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയരുത്. വ്യക്തമാണ്. ബാംഗ്ലൂർ യൂട്യൂബ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ലിയോ കേസ് ചേർന്നിട്ടുണ്ട്. ഭൂരിപക്ഷങ്ങളുടെ തീരുമാനമാണ് വഖഫ് എന്ന് പറയുന്നു. ഷഹുള്ള കലൂർനി സർക്കാരിന് തിരിച്ചടി വന്നാൽ അത് സമ്മതിക്കില്ല എന്ന് പറയുന്ന ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ആർക്ക് തിരിച്ചടി വന്നാലും വാർത്ത കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സുപ്രീം കോടതിയല്ലേ നമുക്ക് പ്രധാനപ്പെട്ടത്. എന്തെങ്കിലും അങ്ങ് പറയുകയാണ്. ഇത് ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മുഴുവനായി കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ അത് മുഴുവനായി അങ്ങനെ പറയാത്തവരെ അങ്ങ് അധിക്ഷേപിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയാധിഷ്ഠിതമായ പിന്തുണ ആളുകൾക്ക് നൽകാൻ കഴിയുള്ളൂ. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ പ്രദീപ് ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രദീപ്, നമസ്കാരം. നമസ്കാരം മിസ്റ്റർ മനു, നല്ല ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഈ കോൾറ്റിന്റെ അടിയിൽ ചുരുണ്ട് മടങ്ങി കിടക്കാനുള്ള ഒരു ഉദ്ദേശമായിരുന്നു വിളിക്കാതെ. സാധാരണ സൺഡേ അല്ല അവധിയല്ലേ? അല്ലല്ല, ഇന്നെന്റെ ഡേ ഓഫ് ആണ്. ഞാൻ നോക്കിയപ്പോഴേ താങ്കൾ അവിടെ വെടിയും പുകയും എന്താണ്. നമ്മുടെ പൊതുവേദിയിൽ ചില ദിവസങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാകും, അത് പിന്നെ സ്വാഭാവികമാണല്ലോ. പ്രദീപ്, സാധാരണ ഇപ്പോൾ ഒരാളൊരു എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനെ കയറി പ്രതികരിക്കാൻ പോകല്ല. പക്ഷേ എന്നെപ്പറ്റി പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് മറുപടി കൊടുക്കാനും കൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം
ഇപ്പം നമ്മൾ വഖഫ് നിയമ ഭേദഗതി എത്രയോ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ്, എന്നിട്ട് നിങ്ങളത് ചർച്ച ചെയ്യുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയേണ്ടവർ വരുമ്പോൾ അത് കേൾക്കാൻ പറ്റില്ല. കാരണം ഞാനിത് പറഞ്ഞ് അത് പറയുമ്പോൾ അതിൻ്റെ ഡേറ്റ് പറയും, അപ്പോൾ കേൾക്കുമ്പോൾ അത് പൊളിഞ്ഞു പോകും. അപ്പോൾ ആ ആരോപണം പൊളിയാതിരിക്കാൻ ബഹളം ഉണ്ടാക്കുക അത് നടക്കില്ല. കാരണം ഇത് 1 മണിക്കൂർ എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ, ഞാനത് എപ്പോഴെങ്കിലും പറയില്ലേ. അതെ അതെ അതെ. അല്ല മിസ്റ്റർ മനു, ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരുന്നങ്ങ് വിളിക്കും, വായി തോന്നണ വിളിച്ചു പറയും എന്നുള്ള ഒരൊറ്റ തോന്നലാണ് എന്റെ പ്രധാന കാരണം. അതിന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ വിളിക്കുന്ന ആൾക്കാരെ ഒന്ന് മോണിറ്റർ ചെയ്യുക, അവരുടെ വാട്സപ്പ് ഡീറ്റെയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കളക്ട് ചെയ്ത് വെച്ചിട്ട് അത്തരക്കാരെ മാത്രം അലോഡ് ചെയ്യുക. അപ്പോഴാകുമ്പോൾ ഇതിന് കുറച്ചും കൂടെയൊക്കെ ഒരു മാന്യത ഉണ്ടാവും. വായി തോന്നണൊക്കെ അങ്ങ് വിളിച്ച് പറയുക, അനാവശ്യം പറയുക. അത് ഇപ്പം തന്നെ താങ്കൾ കുറെ ആൾക്കാരെ ഒഴിവാക്കി വെക്കുന്നു. അത് ഞാൻ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അത് ശരിയല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നു അത് നല്ലതാണ്. കാരണം പൊതുവേദിയിലെ ചില കാര്യങ്ങൾക്ക് ഒരു വാണിംഗ് കൊടുക്കണം, നല്ലതായിരിക്കും ഇനി വരുന്നവർക്കും. പിന്നെ ഈ ഇത്തരം അതെന്താണെന്നറിയാമോ പ്രദീപ്, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും നമുക്ക് ഇതുണ്ട്, പലരും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ആശയങ്ങൾ ഞാൻ അതുപോലെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നമുക്കതിലോടൊന്നും ആളുകൾക്ക് അവരുടെ ആശയങ്ങൾ പലതാകാം, എന്നോട് യോജിക്കണമെന്നില്ല, എനിക്ക് യോജിക്കണമെന്നില്ല. പക്ഷേ ചില ആളുകളുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവർ ഈ വിഷയങ്ങളൊന്നും പഠിക്കുന്നൊന്നുമില്ല. ഞാൻ ഈ പണ്ടൊരു കൊച്ചിൻ ഹനീഫ ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു സിനിമയുണ്ട്. ഈ എന്താണ് കഥാപാത്രത്തിൻ്റെ പേര്, ഈ മോഹൻലാലിന് മുന്നിൽ ഒരു കത്തിയുമായി ഹൈദ്രോസ് ഇങ്ങനെ കത്തിയുമായി നടക്കുകയാണ്, മറടാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇയാൾ സത്യത്തിലൊരു പേടിത്തൊണ്ടനാണ്, മോഹൻലാലിനെ കൊണ്ടു നടക്കുന്നത് താനാണെന്ന തരത്തിലൊരു കഥാപാത്രം. അങ്ങനെ ഒരു പേടിത്തൊണ്ടൻ കഥാപാത്രത്തെ വളരെ മനോഹരമായി കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും വരികയാണ്. അതേപോലെ സലീം കുമാർ ഒരു പടത്തിൽ മമ്മൂട്ടിയെ കൊണ്ടു നടക്കുന്നത് സ്രാങ്കാണ്, മായാവി എൻ്റെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞാണ്. സത്യത്തിൽ ഇവർക്ക് സംഘടനയുമായും പാർട്ടിയുമായും ആശയപരമായ ഒരു ബന്ധവുമില്ല. അവർ തുറക്കുമ്പോൾ തന്നെ അസഭ്യമായ വാക്ക് വരുമ്പോൾ തന്നെ അറിയാം ഇവർ പൊതുപ്രവർത്തന രംഗത്തില്ലാത്തവരാണ്. പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ടെലിവിഷൻ ചാനലിലേക്ക് വിളിച്ച് അസഭ്യം പറയാൻ കഴിയുക? കാരണം അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ആ നാട്ടുകാർ അറിയില്ലേ? അപ്പോൾ ഇവർ ഒന്നിൻ്റെയും ഭാഗമല്ല. ഏതോ ഒരു മൂലയിലിരുന്ന് ഒരു ഫോണിൽ വാട്സാപ്പിൽ ഇങ്ങനെ സ്രാങ്കുകളായി അതുപോലെ ഹൈദ്രൂസുകളായി ഇവിടെ വന്ന് തിളങ്ങാമെന്ന് വിചാരിച്ചാൽ അവരെ ആദ്യം ശാന്തമായി പറഞ്ഞു, പിന്നെ കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞു, പിന്നെ അങ്ങ് നിർത്തി, അത്രയേ ഉള്ളൂ. അതെ അതെ. മിസ്റ്റർ മനു, ഇതിനകത്ത് ഒരുപാട് പേര് കാത്തിരിക്കുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് വെക്കാറുണ്ട്, ക്ഷമിക്കണം പുറകിൽ വരുന്ന ആരാണെങ്കിലും. അപ്പൊ ഇതൊരു പൊതുവേദിയിൽ ഇത്രയും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആർക്കും ഒരിടത്തും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇത്രയും നമുക്കൊരു മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അതെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള, ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും പറയുവാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു വേദി ഇന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഐ എം റിയലി അപ്രീഷിയേറ്റീവ് പൊതുവേദി പ്ലസ് ആൻഡ് പാർട്ട് ഓഫ് ദ ടീംസ്. ഇതിനകത്ത് ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന പലരെയും പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാവും. പല വ്യക്തികൾ എൻ്റെ അടുത്തുള്ളവരുണ്ട്, എനിക്കുള്ളവരുമുണ്ട്. പക്ഷെ ഇതൊരു കുടുംബമാണ്. ഈ ഫാമിലിക്കകത്ത് നമ്മളിത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക അപേക്ഷ എല്ലാവരോടും. ഒപ്പം ഒരു സുഹൃത്തിനെ കുറെ നാളായി കാണാനില്ല, ദുബായിലുള്ള അബ്ദുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ. അതെ അതെ. അപ്പൊ അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും പുള്ളിയുടെ ആശയപരമായ വ്യത്യാസമുള്ള ആളാണ്. അപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും വരണം. എന്തായാലും ഒരുപാട് ദീർഘിപ്പിച്ചതുകൊണ്ട് എന്റെ അഭിപ്രായം പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സി കെ ബാബുവിന് എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എന്തൊക്കെ ആയാലും അത് ബാബു പെട്ടെന്ന് തന്നെ തിരുത്തും. കാരണം ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അനുകൂലിക്കുന്നതെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ഞാൻ അതിന് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന, അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉള്ള തങ്ങൾ ഞാൻ ഏത് പാർട്ടിക്കാരാണെന്ന് തീരുമാനിച്ചെങ്കിൽ നാളെ അത് മാറ്റേണ്ടി വരും. ഓക്കെ, ജോസഫ് കെ എം പറയുന്നത് ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ ചില പോരായ്മകൾ ഉണ്ട് എന്നാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കോടതിക്കകത്തുനിന്ന് കിട്ടുന്ന ചില പ്രാഥമിക ഇൻപുട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ വരും. അപ്പോൾ അതാണ് പ്രാഥമികമായി കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാ കോടതികളും തീരുമാനിക്കുകയാണെങ്കിൽ എന്തിനാണ് ജനാധിപത്യം 4 ജഡ്ജിമാർ തീരുമാനിച്ചാൽ പോരെ എന്ന് ബാംഗ്ലൂർ ചോദിക്കുന്നു. ഭൂരിപക്ഷം ജനങ്ങളുടെ തീരുമാനമാണ് ഇത് വഖഫ് എന്ന് ലിയോ പറയുന്നു. ടോം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. രമേഷ് ടി വി പറയുന്നു കോൺഗ്രസ് കൊണ്ടുവന്ന കാടൻ നിയമമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നതെന്ന് പറയുന്നു. നവകുമാരൻ പറയുന്നു എത്ര നൂറ്റാണ്ടായാലും വസ്തുക്കൾ എന്നല്ല എല്ലാറ്റിനും രേഖകൾ ഉണ്ടാകണം, രേഖയില്ലാത്ത അത് എൻ്റേതാണെന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ 100-500 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു പ്രശ്നമായി വരില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഷാജി ഭാസ്കർ നമ്മളോടൊപ്പം ചേർന്നിട്ട് മുനമ്പം ഒരു സുവർണാവസരമാക്കാൻ ഇരുന്നവരുടെ പറ്റിപ്പ് ശ്രമം എപ്പോഴെങ്കിലും പാവങ്ങൾക്ക് തിരിച്ചറിഞ്ഞല്ലോ എന്ന തരത്തിലാണ് പറയുന്നത്. എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്, അത് സ്റ്റീഫൻ റൊണാൾഡാണ്. എനിക്ക് വലിയ ഹൃദയമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ തർക്കമൊക്കെ കൊണ്ടായിരിക്കാം മനു ഭാരത് കേരളത്തിൻ്റെ ഐശ്വര്യമാണെന്നൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക്
ചില മസിൽ ചിഹ്നങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ആ മസിൽ ചിഹ്നങ്ങളൊക്കെ ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. റൊണാൾഡിനും എൻ്റെ എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും. കാരണം ഇത്തരം പുകഴ്ത്തലുകളിൽ ചിലപ്പോൾ വീണുപോകുന്ന ആളാണ് ഞാനെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രീൻ സ്മാർട്ട് ഹോംസ് പറയുന്നുണ്ട്, ഓൾ ചാനൽസ് ഇൻ കേരള ഈസ് അഗെയിൻസ്റ്റ് BJP എന്നാണ് പറയുന്നത്. ഈ റൊണാൾഡിനൊക്കെ ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയില്ല. ഗ്രീൻ സ്മാർട്ട് ഹോംസ് ഞങ്ങൾ അങ്ങനെ BJPക്ക് അനുകൂലമോ എതിരോ ഒന്നുമല്ല, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമോ എതിരോ ഒന്നുമില്ല. വിശേഷമായ ഒരു പിന്തുണയെ മാധ്യമങ്ങൾ കൊടുക്കാൻ കഴിയും. ചിലപ്പോൾ നിങ്ങളത് പറയുന്ന കാര്യങ്ങളിൽ പൊതുജനാഭിപ്രായം വേറെയാണെങ്കിൽ അങ്ങനെ, പക്ഷേ എല്ലാവർക്കും പറയാനുള്ള അവസരം കൊടുക്കുക എന്നത് മാത്രമേ മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ആരെങ്കിലും നടപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, ഏതായാലും താൽക്കാലികമായി സ്റ്റേ ഇല്ല, അതാണ് ഒരു കാര്യം. വഖഫ് നിയമ ഭേദഗതിയിൽ താൽക്കാലികമായി സ്റ്റേ കിട്ടിയിട്ടില്ല. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? സർ നമസ്കാരം. നമസ്കാരം. ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധി വരട്ടെ സർ, ഫുള്ളായിട്ട് വരട്ടെ. പക്ഷെ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ തൊഴിലുറപ്പ് പദ്ധതി ആകെ 100 ദിവസമാണ് വർഷത്തിൽ പണി. 4 മാസമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ കുടിശ്ശിക കിടക്കുമെന്ന് ഒരു മാന്യനായ പ്രേക്ഷകൻ യൂട്യൂബിൽ പ്രതികരിച്ചു. സാർ അദ്ദേഹത്തെ തിരുത്തിയില്ല. അതെന്താ സാർ അങ്ങനെ? ഞങ്ങളുടെ നാട്ടിൽ 100 ദിവസമാണ് ഒരു വർഷത്തിൽ ജോലി എന്ന് പറഞ്ഞാൽ 4 മാസം തികച്ചില്ല. അപ്പൊ 4 മാസം കുടിശ്ശിക ഓൾറെഡി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. 100 ദിവസം 4 മാസമായിട്ട് പണിയെടുത്ത സമയങ്ങളിൽ കിട്ടിയിട്ടില്ല. 4 മാസമായിട്ട് കുടിശ്ശികയാണെന്നാ പറഞ്ഞത്. 100 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം പണി, പിന്നെ 6 മാസം ബാക്കി മാസങ്ങൾ പണിയില്ല എന്നാണോ അർത്ഥം? അല്ല, ഓരോ ഇടക്കിടക്ക് പണി വരും. അത് ഈ കഴിഞ്ഞ 4 മാസമായി കിട്ടേണ്ട 18 ദിവസം പൈസ അല്ലേ, 20 ദിവസം. 20 ദിവസത്തെ ആയിക്കോട്ടെ, അത് 4 മാസമായി ചെയ്തതാകാലോ. 20 ദിവസത്തെ പണി. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവർ 4 മാസം കുടിശ്ശിക കിടക്കുവാണെന്ന് പറഞ്ഞാൽ അത് റോങ് തന്നെയാണ് സാർ. ആണോ? 4 മാസമായിട്ട് 10-20 ദിവസം പൈസ കൊടുക്കാനുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ പറയണത്. അത് സർക്കാരിനെതിരായിട്ട് പറയുമ്പോൾ സാർ അതൊരു ഏകപക്ഷീയമായിട്ടായി പോകുന്നുണ്ട്. പിന്നെ മുനമ്പത്ത് BJP ആഗ്രഹമൊന്നും വെച്ചിട്ട് ഇവരെ പോലെ രാഷ്ട്രീയോ വോട്ട് പോലാക്കുമെന്നല്ല നിയമം കൊണ്ടത്. നിയമം സുപ്രീം കോടതി വിധി വരട്ടെ പൂർണ്ണമായിട്ട്. ആരും ആഹ്ലാദിക്കാതിരിക്കട്ടെ. നിയമം പാർലമെന്റ് പാസ്സാക്കിയല്ലോ, രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു. അത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അവകാശമാണ്. അത് സുപ്രീം കോടതിയിൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് തിരുത്തട്ടെ. അതിനെന്താ കുഴപ്പമില്ല. ശരി, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ശരി, ഓക്കെ, താങ്ക്സ്. ഇപ്പം അതാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര വ്യക്തമാക്കുന്നത്. മുനമ്പത്തുകാർക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നതിന് 1995, 2013 നിയമങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ലെങ്കിൽ ഏത് നിയമം മൂലമാണ് എന്ന് പറയണം എന്ന് പറയുന്നു. ഓക്കെ, അത് ഈ ചില ഭേദഗതികൾ 1995-ലെയും 2013-ലെയും വന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന ആരോപണം ഉയർന്നിരുന്നു. അപ്പോൾ അത് കൃത്യമായി പറയണമെന്നാണ് ടോമി പറയുന്നത്. ഓക്കെ, രവീന്ദ്രൻ എടശ്ശേരി പറയുന്നു, വഖഫ് 1995-ൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ്, പാർലമെൻറ്റ് മാറ്റി എഴുതിയത്. കോടതിക്കൊന്നും ഇതിൽ ചെയ്യാനില്ലായിരുന്നു. ഇനിയും വഖഫ് നിയമത്തിനെതിരെ കോടതി ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. നമ്മുടെ അടുത്ത പ്രശ്നം കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വഖഫുമായി ബന്ധപ്പെട്ട നിയമ കോലാഹലങ്ങൾ പെട്ടെന്ന് അവസാനിക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ ഇത് പതുക്കെയെങ്കിലും എല്ലാവരും അംഗീകരിക്കുമെന്നാണോ? മഹാറാലിക്കൊക്കെ ശേഷം എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? നമസ്തേ സാർ. നമസ്കാരം സാറേ. ഇതെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഞാനിപ്പോ ഈ വഖഫിന് ഇത് നടപ്പിലാക്കുന്നതിനെതിരായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ മുസ്ലിം ലീഗ് നടത്തുന്നത് ഇപ്പം മുസ്ലിങ്ങൾക്ക് തന്നെ അത് എതിരാകുന്ന ഒരു രീതിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വർഗീയ പാർട്ടിയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിന്നും അല്ലെ മറ്റുള്ളവരുടെ ഒരുമിച്ച് നിന്നുകൊണ്ടും ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം മുസ്ലിങ്ങൾക്ക് തന്നെ മറ്റേ ഇസ്രയേലിൽ ഹമാസ് രൂപം കൊടുത്തതുപോലെ ഇവിടെ മുസ്ലിങ്ങളുടെ തന്നെ നാശത്തിനായിരിക്കും ഈ മുസ്ലിം ലീഗും അതേപോലെ തന്നെ വർഗീയ പാർട്ടികളും ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. തങ്കച്ചൻ ചേരുന്നത് മോഹമയിൽ നിന്നാണ്. ശ്രീ തങ്കച്ചൻ. യെസ്, ശ്രീ തങ്കച്ചൻ കേൾക്കുന്നില്ല. ഓക്കെ, ജോർജ് കേൾക്കാം. യെസ്, അടുത്ത പ്രേക്ഷകരിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ജോർജ് KD എനിക്ക് എഴുതുന്നു, ആധാരഭൂമിയിൽ വഖഫ് പ്രയോഗിച്ച എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, അലൻ ബേഡ് പറയുന്നു, സർക്കാർ തൊഴിലുറപ്പ് പണിക്കാരുടെ പൈസ എടുത്ത് മറിച്ചിരിക്കുന്നു. അത് അറിയില്ല, അത് ഞാനൊന്ന് പരിശോധിച്ചിട്ട് പറയാം അത് എന്താണ് അതിൻ്റെ കാര്യം. ഏതായാലും പണം കിട്ടുന്നില്ല എന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതിൽ എഴുതുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം.
ഓക്കെ. ബാംഗ്ലൂർ രവീന്ദ്രൻ ഇടശ്ശേരി പറയുന്നു നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ലിയോ KS ചേർന്നിട്ടുണ്ട്. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സതി. സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. മനു, ഐ ബിലീവ് ദാറ്റ് സുപ്രീം കോർട്ട് ടേക്ക് suitable decision for this. I pray for that because the suffering of the people of Munambam, I always appreciate this channel എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറ്റം പറയുമ്പോൾ മറ്റു ചിലർ അതിനെ വലിയ പിന്തുണയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ജയകുമാർ തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുന്നു. ഭരണഘടനയും മതേതരത്വവും നിലനിൽക്കാൻ പുതിയ വഖഫ് നിയമം നിലനിൽക്കണം എന്ന് പറയുന്നു സുരേഷ് നാരായണൻ. ഓക്കെ, ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, ശ്രീ ജയകുമാറിന് കേൾക്കാമോ? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. ശ്രീ ജയകുമാറിൻ്റെ കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ ശ്രീ ജയകുമാർ കമൻറ്റിലാണ് കൂടുതൽ, മറ്റാളുകൾക്ക് അവസരം കിട്ടട്ടെ എന്ന് വിചാരിക്കുകയാണ് അല്ലേ? കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് സാറേ. ഇന്നിപ്പോ വിളിച്ചത് കുറെ കാലമായി, ഇപ്പൊ 2 മാസം കൂടുതലായി വിളിച്ചിട്ട്. അപ്പൊ ഇന്നിപ്പോ വിളിച്ചത് സാറിന് ഒരു കൊല്ലംകാരൻ ഒരു പണി ഏൽപ്പിച്ചിരുന്നല്ലോ. സാറിന് ഒരു പണി ഏൽപ്പിച്ചിരുന്നല്ലോ, അയാളോട് പറയാൻ പറഞ്ഞു. തിരുവനന്തപുരക്കാരൻ ഒരു കൊല്ലംകാരൻ. അത് പോട്ടെ, നമ്മൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കില്ല. പോട്ടെ ശ്രീ ജയകുമാർ. നമ്മുടെ സാറിന് അപ്പം പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു, ഇയാൾ എന്നും 4 മണിയാകുമ്പോ അബ്നോർമലാണ്. ബോഡിയും ഡൗട്ട് ചെയ്യണം. നമ്മൾ ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ജയകുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. മറ്റൊരാളെ അധിക്ഷേപിക്കാനോ ഇതിനോ അല്ല ഇത് നമ്മുടെ പൊതുവേദി നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനാണ്. നിങ്ങൾക്ക് എത്ര കണ്ട് എന്നെ വിമർശിച്ചാൽ കുഴപ്പമില്ല, കാരണം അതിന് മറുപടി പറയാൻ ഞാനുണ്ട്. മറുപടി പറയാൻ ആളില്ലാത്ത ഒരാളെ അയാൾ ഇല്ലാത്തൊരു സമയത്ത് ഫോൺ ചെയ്ത് വിമർശിക്കുക, വ്യക്തിപരമായി വിമർശിക്കുക എന്നുള്ള ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും നിങ്ങൾക്ക് എതിർക്കുക, അത് വേറെ കാര്യം. വ്യക്തിപരമായി വിമർശനം പറയുക, അസഭ്യം പറയുക എന്ന് ശരിയായ രീതിയല്ല. അത് ഒരു എന്താ തടിപിടുക്ക് കാണിക്കാനുള്ള ഒരു ഇടമല്ല പൊതുവേദി. ഓക്കെ, സുഭാഷ് മലപ്പുറത്താണ് വിളിക്കുന്നത്. സുഭാഷ് കേൾക്കാമോ? എനിക്കൊന്ന് സുഭാഷ് TV ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഷിജു എന്നോടൊപ്പം ചേരുന്നു ഏറ്റുമാനൂരിൽ നിന്ന്. ഷിജു. സാറേ ഈ വകുപ്പ് എന്ന് പറയാതെ ഈ ഇപ്പൊ ഈ BJP കളിക്കുന്നുണ്ട്. BJP കളിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് ആർക്കാ നഷ്ടം വരുന്നത് സാറേ? ഇത് ഒത്തിരി ആൾക്കാരുടെ പൈസ പോകുന്നല്ലാതെ സ്ഥലമില്ല, സ്വന്തം സ്ഥലമില്ല. ഒരു ബോർഡ് കൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഇതൊന്നും അല്ലല്ലോ. ശരി, അപ്പൊ താങ്കൾ എനിക്ക് തോന്നുന്നു മുൻപത്തെ കാര്യമാണ്, അവിടുത്തെ മനുഷ്യർ ഇറക്കി വിടരുതെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? എന്നാണ് ഞാൻ ശരി, വ്യക്തമാണ് താങ്കളുടെ നിയമങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പം ഇവര് അതായത് നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച നിയമങ്ങളതെല്ലാം 95-ലും 2013-ലും വന്ന നിയമങ്ങളാണ്. പിന്നീട് അത് ഭേദഗതിയാണ്. ഓക്കെ, യെസ്. ജോസഫ് എന്നോട് പറയുന്നു ഞാൻ കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കുന്നു. അത് തന്നെയാണ് ഞാൻ ജോസഫെ വായിച്ചത്. 2 PM നാളെ വീണ്ടും പരിഗണിക്കുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാണ് ഞാനും പറഞ്ഞത്. വഖഫ് നൽകണമെങ്കിൽ 5 വർഷം മുസ്ലിം ആകണമെന്ന് എന്തിന് തെളിയിക്കണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് $1 ബില്യൺ ചോദിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് 5 വർഷം മുസ്ലിം ആകണത്? അതെന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ചില സാമ്പത്തികമായ തർക്കങ്ങൾ അല്ലെങ്കിൽ ഭൂമി ഇടപാടുകളിലെ തർക്കങ്ങൾ വരുന്നു എന്ന് കാണുമ്പോൾ അവർ മുസ്ലിങ്ങളായിരിക്കില്ല, പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോയി വഖഫ് ചെയ്യാനൊക്കെ നോക്കുന്നു എന്നുള്ള ഒരു ആരോപണം വരുന്നത്. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ പല ആളുകളും അതിൻ്റെ ലൂപ്പ് ഹോൾസ് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. എന്നിട്ട് അത് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ തടയിടാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അവതാരകൻ നല്ല മാന്യത കാണിക്കുന്നു എന്ന് എന്നോട് രവീന്ദ്രൻ ഇടശ്ശേരി പറയുന്നു കേട്ടോ. അത് എന്നെ അനുമോദിക്കുന്നു. രവീന്ദ്രൻ ഇടശ്ശേരിക്ക് എൻ്റെ എല്ലാവിധ സ്നേഹ ആശംസകളും. യെസ്, അടുത്ത പ്രേക്ഷകൻ സൈനദാസൻ നമുക്കൊപ്പം ചേരുന്നു. സൈനദാസൻ, നമസ്കാരം സർ. സർ, മുനമ്പത്തുകാർക്ക് എന്തായാലും നീതി കിട്ടുന്നുള്ള ഉറപ്പായല്ലോ, അത് വലിയൊരു ഭാഗ്യമാണ്. ശരി, അത് പക്ഷേ നമ്മൾ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? ഇല്ല സർ, വേണ്ട, കുറച്ച് നാള്, ഒരു 2-3 ആഴ്ച കൊണ്ട് ശരിയാവുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് നിയമം ചട്ടമായി വരുമ്പോൾ വരുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പിന്നെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലാണല്ലോ. അല്ല, പക്ഷെ അത് ഈ മുനമ്പത്തുകാരുടെ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടാൻ അതിൽ അവർക്ക് കോടതിയിലേക്ക് പോകാമെന്നതിന് അപ്പുറത്തേക്ക് അത് ഇനിയും കോടതിയിൽ പോയി മറുഭാഗവും സക്സസ് ആണ്. ഓക്കെ, ശരി. RN എന്നോട് പറയുന്നു ഇന്ത്യ ഇസ് എ സെക്യുലർ കൺട്രി. How can Muslims claim temple land centuries old? Even Muhammad was not born when temples were built എന്ന് RN എന്നോട് പറയുന്നു. ലിയോ എനിക്ക് 100 മാർക്ക് തരുന്നു, ഒരു ടിക്കൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, ഇത്തരം അനുമോദനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോവുകയും ചെയ്യുകയാണ്. ഓക്കെ, കരീം കൊടുങ്ങല്ലൂർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? കരീം, ഹലോ. എനിക്ക് പറയാനുള്ളത് ശ്രീ കരീം എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ വീട്ടിലാണ്. ഇപ്പൊ സ്വസ്ഥം റിട്ടയർ ചെയ്തു. അതെ. ശരി. എന്ത് മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്?
ഞാൻ ആന്റി കറപ്ഷൻ ഉണ്ടായിരുന്നു, വിജയവിടെ മിലിറ്ററിയിലുണ്ടായിരുന്നു, അങ്ങനെ സ്ഥിരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ മുനമ്പത്തുള്ള സഹോദരങ്ങൾ നേരാമാർഗം വാങ്ങിച്ചിട്ടുള്ള ഭൂമി സത്യമായിട്ട് അവർക്ക് നഷ്ടപ്പെടില്ല. അതായത് അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തർ നിന്ന് വെട്ടിപ്പിടിച്ച് എടുത്ത ഭൂമി മാത്രമേ പ്രശ്നമുള്ളൂ. അവര് ഒരു ഭൂമി വാങ്ങിക്കുമ്പോ ചില നടപടിക്രമങ്ങളുണ്ട്. അത് പ്രകാരം കുടിക്കടം ആദ്യം എടുക്കണം. അതാകുമ്പോ ആ കുടിക്കടം ബാധ്യത സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാം അറിയാം. ഈ ഭൂമി ക്ലിയർ ആണോ അല്ലെങ്കിൽ ഇതിൽ വേറെ അവകാശങ്ങളുണ്ടോ. ഇത് ഫറൂഖ് കോളേജിന്റെ കയ്യിലായിരുന്നല്ലോ ഭൂമി, അവരത് വിറ്റു. വിറ്റപ്പോൾ ഇത് ഇവർ വാങ്ങിച്ചപ്പോൾ നല്ല പൈസ കൊടുത്തു, പൊന്നും വില കൊടുത്താണ് വിറ്റത് എന്ന് വാങ്ങിയാണ് വിറ്റത് എന്ന് ഫറൂഖ് കോളേജ് ട്രിബ്യൂണലിൽ പറയുന്നു. അപ്പൊ ഈ പാവങ്ങൾ പൊന്നും വില കൊടുത്താണ് ഇത് വാങ്ങിയത്. ആ വാങ്ങിയ മനുഷ്യരുടെ കയ്യിൽ രേഖയുണ്ട്, പക്ഷെ അവർ കുടിക്കടം എടുക്കണം. എല്ലാ സർട്ടിഫിക്കറ്റും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോഴിത് വഖഫ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇത് വിൽക്കാൻ പാടില്ല. അങ്ങിത് വായിച്ചിട്ടില്ല, ശരി, അങ്ങക്ക് ഇത് മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ലിയോ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പക്ഷേ ഷാജി ഭാസ്കരൻ പറയുന്നു ഇന്നലെ വരെ മുനമ്പത്തിൻ്റെ പേരിൽ ചാടിയവർക്ക് ഇന്ന് ഊർജ്ജം പോയി എന്ന് പറയുന്നു. സുലേഖ ദേവി എൻ്റെ ഒരു നമ്മുടെ പൊതുവേദിയുടെ ഒരു കരുത്തുറ്റ പ്രേക്ഷകയാണ്. അവർ എന്നെ എപ്പോഴും വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഇന്നും എനിക്ക് അഭിനന്ദനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. മനോജ് യു ആർ ഡൂയിങ് ഗുഡ് ജോബ്, വെരി ഗുഡ് ജോബ് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ സുലേഖ ദേവിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ബോക്കിയ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഭേദഗതി ബിൽ കൊണ്ടുവന്നത് തന്നെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പരിഹാരമാണ് എന്ന് പറയുന്നു. ഓക്കെ, രഘുനന്ദനൻ തിരുമുല്ലവാരത്ത് ചേർന്നുകൊണ്ട് സുപ്രീം കോടതി നിരീക്ഷണം സ്വാഗതാർഹമാണ്, നിയമമനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. രഘുനന്ദനൻ തിരുമുല്ലവാരൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, ഇടയ്ക്ക് വിളിക്കും. കൂടുതലും ഇപ്പോൾ യൂട്യൂബിലാണ് പ്രതികരിക്കുന്നത്. സന്തോഷം, അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ വായിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഞാനത് ഇന്നും ചെയ്തിരിക്കുന്നു. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ ചന്ദ്രൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഒരു പരിയാരം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. ശ്രീ ചന്ദ്രന് എന്ത് തോന്നുന്നു? അവിടെ പരിയാരം മെഡിക്കൽ കോളേജിലോ മറ്റാണോ ജോലി ചെയ്യുന്നത്? അല്ല, നാട്ടുകാരനാണെന്നേ ഉള്ളൂ. ഞാൻ പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിൽ തന്നെ. പ്രവാസിയായിരുന്നു അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ ഏതായാലും സന്തോഷം. അപ്പോൾ ശ്രീ ചന്ദ്രൻ, ഈ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഇതിനു മുന്നേ ഇതേമാതിരി നിയമക്കുരുക്കൾ കുടുങ്ങിയതല്ലേ ബാബരി മസ്ജിദ്. അത് ലാസ്റ്റ് എന്തായത്? കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങൾ അവർക്ക് അനുകൂലമായി പാസ്സാക്കിയെടുത്തു. അപ്പൊ മോദി സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും അവർക്ക് അനുകൂലമായി അത് പാസ്സാക്കി എടുക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. നമുക്ക് കൂടുതൽ പ്രേക്ഷകരുണ്ട്, യൂട്യൂബിൽ കമൻസ് വായിക്കാനുണ്ട്. ഞാൻ എങ്ങും പോകില്ല, പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. വഖഫുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചു. അതിൽ കോടതി ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നു. വഖഫ് പ്രോപ്പർട്ടിയായി നിർദ്ദേശിച്ച അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടിയായി ഡിക്ലെയർ ചെയ്ത വഖഫ് ബൈ യൂസറോ അല്ലെങ്കിൽ കോടതിയോ നൽകിയിട്ടുള്ള ഭൂമി ഡീനോട്ടിഫൈ ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം പറ്റില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. കളക്ടർ ക്യാൻ കണ്ടിന്യൂ ദ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നു. കളക്ടർക്ക് ഈ പരിശോധന നടപടികൾ തുടരാം, ബട്ട് പ്രിവിസിയോ വിൽ നോട്ട് ബി ഗിവൺ എഫക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്തിമ തീരുമാനത്തിന് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് റിഗാർഡ്ലെസ് ഓഫ് ഫെയ്ത്ത് ബട്ട് അതേഴ്സ് ഷുഡ് ബി മുസ്ലിംസ് എന്നാണ്. അതായത് സർക്കാരിൻ്റെ സ്ഥിരം പ്രതിനിധികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി ഔദ്യോഗിക പ്രതിനിധികളെ വരുന്നവർക്ക് ഏത് മതത്തിൽ നിന്നുള്ളവരുമാകാം, പക്ഷേ അല്ലാതെ വഖഫ് ബോർഡിൻ്റെ ഭാഗമായി വരുന്നവർ മുസ്ലിങ്ങളായിരിക്കണം എന്നൊരു നിയമം കോടതി എടുത്തു പറയുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ പാലക്കാട് നിന്നാണ്. എന്താണ് പേര് പറഞ്ഞത്? ശിവകുമാർ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശിവകുമാർ കൊല്ലങ്കോട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ശിവകുമാർ എന്താ ചെയ്യുന്നത്? ഞാനവിടെ കൃഷിക്കാരനാണ്. അപ്പോൾ ടി വി നോക്കി സംസാരിക്കരുത്. എൻ്റെ ഫോണിലേക്ക് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിനൊരു ലാഗ് വരും. കാരണം ഞാനിവിടെ പറഞ്ഞ് കുറേ കഴിയുമ്പോഴാണ് അവിടെ എത്തുക. ഓക്കെ, ശരി. അപ്പോൾ ശ്രീ ശിവകുമാർ കൃഷിക്കാരനാണ്. അവിടെ ഈ ആളുകൾ ഈ വഖഫ് നിയമത്തെക്കുറിച്ചൊക്കെ കാര്യമായി കൊല്ലങ്കോട് സംസാരിക്കുന്നുണ്ടോ? ഇന്നത്തെ ഈ കോടതി നടപടികളൊക്കെ കണ്ടിട്ട് ശിവകുമാറിന് എന്ത് തോന്നുന്നു? ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം കിട്ടും സാറേ. തുല്യാവകാശം ഉണ്ടല്ലോ, തുല്യാവകാശം ഉണ്ട്. ആ നിയമം അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമാണല്ലോ. ജനാധിപത്യ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം ഉണ്ടെങ്കിൽ ഈ നിയമക്കുരുക്കൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ് എൻ്റെ. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഓക്കെ, നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ശ്രീ ആശ ശ്രീകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആശ പറയുന്നത് നെഹ്റു കൊണ്ടുവന്ന വഖഫ് ബില്ലിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും സൊസൈറ്റിക്ക് ദാനം
ഭൂമിക്ക് കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വഖഫ് ഭൂമി ആകില്ല എന്നുണ്ട്. അപ്പോൾ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആശാ ശ്രീകുമാറിൻ്റെ അതൊരു ഇതുണ്ട്. കാരണം വഖഫ് ഭൂമിക്ക് അങ്ങനെ ചില നിബന്ധനകൾ വെക്കാൻ കഴിയില്ല. ഓക്കെ, ശരി. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന്. യെസ്, നമ്മൾ ഇന്നലെ ഈ കാര്യം വളരെ വിശദമായിട്ടൊന്ന് സംസാരിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത് ഈ നിയമക്കുരുക്ക് കൂടുതൽ മുറുകുകയാണോ, എന്താണ് സംഭവിക്കുന്നത്? അതെ, നിയമക്കുരുക്ക് ഇവരിത് ഈ നിയമം ഉണ്ടാക്കിയത് തന്നെ ഈ ആൾക്കാരെ എങ്ങനെയും കുരുക്കാൻ വേണ്ടിയിട്ടാ. അതിപ്പോ അവർക്ക് തന്നെ ഒരു കുരുക്കാവുന്ന ലക്ഷണമാണ് കാണുന്നത്. എന്തെന്ന് വെച്ചാല് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഭരണഘടന ഉറപ്പ് തരുന്ന ചില ന്യൂനപക്ഷ അവകാശങ്ങളുണ്ടല്ലോ, ആ അവകാശങ്ങളിൽ കൈ കടത്തിയോ എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് കോടതി പരിഗണിച്ചപ്പോ ഉന്നയിച്ച ഒരു സംശയം. പക്ഷെ ആൾക്കാർ എങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യമാണല്ലോ. അല്ല, കൈ കടത്തി എന്ന് പറയുന്നത് എവിടെയാണ് പറയുന്നത് കോടതി? കൈ കടത്തിയെന്നല്ല, ഈ ഇതിനകത്ത് വഖഫിനകത്ത് മുസ്ലിംസ് അല്ലാത്ത ആൾക്കാരെ വെക്കുന്നതിനെ പറ്റി ഒരു കാര്യമുണ്ടല്ലോ. അല്ല, അത് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സേ മുസ്ലിംസ് അല്ലാത്തവരാകാൻ പറ്റുള്ളൂ. അങ്ങനെ പാടുണ്ടോ എന്ന് സുപ്രീം കോടതി ഒരു സംശയം പറഞ്ഞു. നിയമത്തിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ ആകുന്നതിൽ എങ്ങനെയാണ് പ്രശ്നം വരിക എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ അതിൽ അതല്ലേ ഭരണപക്ഷം ട്രഷറി ബെഞ്ച് അന്ന് എടുത്തെടുത്ത് പറയുന്നത് ചാരിറ്റി കമ്മീഷണർക്ക് ഏത് മതത്തിലെ ആളും ആകാം. അത് കോടതി വരട്ടെ വിഷയം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഉദ്ദേശശുദ്ധി ഒരു പ്രശ്നമാണേ. ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാല് ഈ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കുരുക്കിലാക്കുക എന്നുള്ള ഒരു അജണ്ട ഇവർക്കുണ്ട്, ഇതുണ്ടാക്കിയവർക്ക്. ആ അജണ്ടയിൽ നിന്ന് അവർ പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം നിയമക്കുരുക്കിലേക്ക് പോകും. സുപ്രീം കോടതി അത് വളരെ തലനാരിഴ കയറി പരിശോധിച്ച് അതിനകത്തെ അന്യായങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇത് അനുവദിക്കാൻ. അല്ലെങ്കിൽ ഈ നിയമം തന്നെ ഇല്ലാതാക്കണം, ലാപ്സ് ആക്കണം, ക്യാൻസൽ ചെയ്യണം. ഈ സുപ്രീം കോടതി ഇപ്പൊ അവിടെ സുപ്രീം കോടതിയിൽ ഈ വാദം നടക്കുമ്പോൾ കോടതി ഉന്നയിച്ച ഒരു കൺസേൺ ഞാൻ വായിക്കാം കേട്ടോ, വളരെ രസകരമാണ്. കോടതി പറഞ്ഞത്, സോറി, വി ഡോണ്ട് വാണ്ട് ടു ഇന്ററപ്റ്റ്, വി ആർ ടോൾഡ് ഡൽഹി ഹൈക്കോർട്ട് ഇസ് ബിൽഡ് ഓൺ വഖഫ് ലാൻഡ്, വി ആർ നോട്ട് സെയിങ് ഓൾ വഖഫ് ബൈ യൂസർ ഈസ് റോങ് ബട്ട് ദർ ഇസ് ജെനുവിൻ കൺസേൺ എന്നാണ് കോടതി പോലും പറയാണ്. ഹൈക്കോടതി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന ഒരു ആരോപണവുമായി വരികയാണ്. അപ്പോൾ ഇത് തടയണ്ടേ, ഇത് പ്രശ്നം പരിഹരിക്കണ്ടേ? അതെ, പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങളെല്ലാം പഴുതടച്ചുള്ളതായിരിക്കണം. അത് പഴുതടച്ചുള്ള സംഭവമല്ല ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ആരംഭശൂരത്തിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അതിനകത്ത് ഈ പറഞ്ഞ പഴുതുകളൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഇതിന്റെ ഉദ്ദേശശുദ്ധി ഞാൻ പറഞ്ഞില്ല, ആദ്യം പോലെ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ സംശയത്തിലാണ്. അതുകൊണ്ട് തലവാരിഴ കയറി സുപ്രീം കോടതി ഇത് പരിശോധിക്കുകയും ഈ മറ്റുള്ള കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികളെ പോലുള്ള ആൾക്കാരെ അതിനകത്ത് കക്ഷി കയറുകയും ചെയ്ത് ഇത് വളരെ കൃത്യമായിരിക്കണം, അന്യായം നടക്കാൻ പാടില്ല, ആ രീതിയിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജാക്സൺ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ബംഗാളിൽ നടക്കുന്ന കലാപം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഈ ജാക്സണൊക്കെ ഇത് സത്യത്തിൽ ഇവരെല്ലാം ഇത് പത്രങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചറിയുന്നതാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഇത് മാധ്യമങ്ങൾ മറച്ചു വെക്കുകയാണ്. ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അല്ലാതെ മുർഷിദാബാദിൽ നിന്ന് ആരെങ്കിലും ഈ ജാക്സൺ എന്ന കേരളത്തിലെ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് മുർഷിദാബാദിൽ ഇങ്ങനെ ഒരു കലാപം നടന്നിരിക്കുന്നു, ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട 400 പേർക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നുവെന്ന് ആരെങ്കിലും ജാക്സണോട് വിളിച്ച് പറഞ്ഞിട്ടാണോ? മാധ്യമങ്ങളിൽ വായിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം അറിയുന്നത്. എന്നിട്ട് പറയുകയാണ് മാധ്യമങ്ങൾ ഇത് മൂടി വയ്ക്കുകയാണെന്ന്. അപ്പോൾ ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഞാനിത് ഒരു തവണ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഓട്ടോ ഡ്രൈവർ എന്നോട് ഒരു കാര്യം പറഞ്ഞാറ്, മാധ്യമങ്ങൾ ഇത് മൂടി വയ്ക്കും. അപ്പോൾ ഞാനത് ചോദിച്ചു, അദ്ദേഹത്തിന് ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് മൊബൈലിൽ ഒരു മാധ്യമത്തിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞത്. എന്നിട്ട് മാധ്യമങ്ങൾ ഇത് മൂടി വയ്ക്കുകയാണ് എന്ന് പറയുന്നു. ഇത് വീണ്ടും അതിനെ പിന്താങ്ങുകയാണ്. ജാക്സൺ പറഞ്ഞത് വളരെ ശരിയാണെന്ന് വേറൊരാൾ. എൻ്റെ കൊള്ളാം. ഓക്കെ, ഷാജി ഭാസ്കർ കൃഷ്ണൻകുട്ടിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഒത്തുകിട്ടിയാൽ അറബിക്കടൽ വഖഫ് ചെയ്ത് കളയും എന്ന് ഒരു ന്യൂ തിങ്കർ പറയുന്നു. വഖഫുമായി ബന്ധപ്പെട്ട കലാപങ്ങൾ ഏകപക്ഷീയമാണ്, അടിച്ചമർത്തണം എന്ന് സുധീർ പറയുന്നു. വഖഫുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഒരു കലാപവും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത. ഞാൻ അവിടെ നിന്നുള്ള ചില വീഡിയോസ് ഇന്നലെ കാണുകയായിരുന്നു. സ്ത്രീകൾ പറയുകയാണ് വീടിൻ്റെ പുറകിൽ വന്ന് അങ്ങനെ തീയിടുകയാണ്, തീയിട്ട് ആൾക്കൂട്ടം അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് കലാപങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര ഇന്ത്യയിൽ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് തടയിടാൻ, അവസാനിപ്പിക്കാനുള്ള ശക്തമായ നിയമം വേണം.
അത് ഇന്നലെ പുറത്തു വന്ന, ഇന്ന് ഞങ്ങൾ പുറത്തു കൊടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു. അതിൽ പ്രധാനമായി പറയുന്നത് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 തീവ്രവാദ സംഘങ്ങൾ ഈ കലാപത്തിന് പുറകിലുണ്ടായിരുന്നു എന്ന സൂചനകൾ കൂടി ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചതായാണ് വിവരം. അത് സംബന്ധിച്ച പരിശോധനകൾ നടക്കുന്നു. അങ്ങനെ ആ കലാപത്തെ സംബന്ധിച്ച് വലിയ ഗൗരവത്തോടെ കേന്ദ്ര സർക്കാർ എടുക്കുന്നതിൻ്റെ വാർത്ത ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ നമ്മളൊക്കെ സംപ്രേഷണം ചെയ്യുന്നതാണ്. അപ്പോൾ കലാപത്തിൻ്റെ ദേശവിരുദ്ധ ശക്തികൾ ദേശത്തിന് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് വളരെ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതാണ്. 3 പേർ കൊല്ലപ്പെട്ടു. 24 പർഗാനാസിൽ വാഹനങ്ങൾ കത്തിച്ചവരിൽ 9 പേർ പിടിയിലാകുകയും ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജോസ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ജോസഫ് കടുത്തുരുത്തി. ഞാൻ വേറെ കാര്യമാണ്, നമുക്ക് ഈ കാര്യമല്ലേ ചർച്ച ചെയ്യേണ്ടത് ശ്രീ ജോസഫ്. ഒരു മിനിറ്റ് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എവിടുന്ന ഈ ഭൂമി കിട്ടിയ? വഖഫ് ബോർഡിന് ഭൂമിയൊന്നും ഇല്ല. വഖഫ് ബോർഡ് ഭൂമി ഇല്ലെങ്കിൽ പിന്നെ എവിടുന്ന ഇവര്? ഒന്നാമത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമിയാണ്. ഞാൻ ജോസ് കേൾക്കുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജോസ് ഒന്ന് മനസ്സിലാക്കണം. അല്ല, അങ്ങ് പറയുന്നത് തെറ്റാണ്, മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് ഇത് കേൾക്കൂ. അങ്ങ് ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണല്ലോ. അതായത് വഖഫ് ബോർഡിൻ്റെ കയ്യിലല്ല ഭൂമി. നമ്മൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, അല്ലെങ്കിൽ ശ്രീ ജോസ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് വിചാരിച്ചാൽ, ശ്രീ ജോസ് ഒരു ഭൂമി വഖഫ് ചെയ്യാണ്. അത് നോക്കാൻ ആരെ ചുമതലപ്പെടുത്തുന്നു? ഒരു മുത്തവല്ലിയെ ചുമതലപ്പെടുത്തുന്നു. ഈ മുത്തവല്ലിയാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? നോക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ ഒരു സൂപ്പർവൈസറി അതോറിറ്റിയാണ് വഖഫ് ബോർഡ്. ഇന്ത്യൻ മിലിറ്ററിക്കാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമി അവരുടെ കൈവശമുള്ളത്. രണ്ടാമതുള്ളത് ഞാൻ സമ്മതിച്ചു, ഇന്ത്യൻ റെയിൽവേക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നൊരു ആരോപണം BJP ഉന്നയിച്ചിട്ടുണ്ട്. കൂടുതൽ ഭൂമി വഖഫ് ഭൂമിയാണെന്നേ ഉള്ളൂ. അല്ലാതെ വഖഫ് ബോർഡിന്റെ കയ്യിൽ ആ ഭൂമി, എല്ലാ ഭൂമിയും അവരുടെ കയ്യിലല്ല ഇരിക്കണത്. അത് അവരുടെ ആണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ സൂപ്പർവൈസറി അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പൊ അവരുടെ കയ്യിൽ ഇപ്പൊ വഖഫ് ഭൂമി അവരുടെ കയ്യിൽ എന്ന് വെച്ചാൽ സൂപ്പർവൈസർ ആരാ? ഇപ്പൊ ഈ മുനമ്പത്ത് കൊടുത്ത ഭൂമി ആർക്കാണ് സേട്ട് കൊടുത്തത്? സിദ്ദിഖ് സേട്ട് ആ ഭൂമി കൊടുത്തത് ഫറൂഖ് കോളേജിനാണ്. ഫറൂഖ് കോളേജാണ് ആ ഭൂമി പരിപാലിക്കേണ്ടത്. ആ ഭൂമി പരിപാലിക്കുന്ന ഫറൂഖ് കോളേജ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അതാണെന്നേ പറയുന്നത്. കേട്ടാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങക്ക് ഇത് കേട്ടാലല്ലേ മനസ്സിലാവുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് വഖഫ് വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കിട്ടിയ ഭൂമിയായിട്ട് പിന്നെ ദാനം ചെയ്ത് ആരെങ്കിലും അങ്ങേക്ക് തരണം. ഇവിടെ എല്ലാ ജാതിക്കാർക്കും ഒക്കെ ഇന്ത്യയുടെ ഭൂമി ഇങ്ങോട്ട് വീതം കൊടുക്കാൻ പോരെന്ന് കാര്യം. എന്റെ പൊന്ന് ജോസ്, ഇത് ആദ്യം ഒന്ന് ഞാൻ ജോസിനോട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇത് പത്രമൊക്കെ ഒന്ന് വായിച്ചത് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ചെറിയ വിഷയമാണ്. അങ്ങിത് കോലാഹലങ്ങൾ കേട്ട് ഞെട്ടിപ്പ് ഇത് മുഴുവൻ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം അങ്ങിത് ഞാൻ പറയുന്നത് കേൾക്കുന്നുമില്ല. അങ്ങിത് കേൾക്കുന്നുമില്ല, അങ്ങക്ക് ഇത് അറിയുകയുമില്ല. അങ്ങ് സ്വയം വായിച്ച് മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ പിന്നെ ഞാനെന്ത് പറയാനാണ്? അങ്ങ് ക്രിസ്ത്യാനികൾക്ക് വഖഫ് എന്നൊരു സംവിധാനം ഉണ്ടോ? മുസ്ലിംസിൽ എന്നാൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ജനാധിപത്യപരമെന്നല്ല, ഓരോ മതങ്ങൾക്ക് അവരുടേതായ ചില നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങൾ നൽകുന്നത് കൂടിയാണ് ജനാധിപത്യം. ജോസേ കേൾക്കൂ, പണ്ടൊന്നുമല്ല, ഇപ്പോഴും എല്ലാ മതവിഭാഗങ്ങൾക്കും. എന്റെ ജോസ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ശ്രീ ജോസിന് മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ അധികാരം നൽകുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം. അതാണ് ഇതിന്റെ ഭംഗി. എനിക്കത് വേണ്ടെങ്കിലോ അങ്ങക്ക് വേണ്ടെങ്കിൽ അങ്ങ് എടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. എന്ന് കരുതി ഒരു മതം പ്രാക്ടീസ് ചെയ്യേണ്ട ആൾക്ക് ആ മതം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങക്ക് വേണ്ടാത്തത് അങ്ങ് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. അങ്ങയുടെ ഒരു താല്പര്യം അനുസരിച്ച് നമുക്ക് രാജ്യത്തിനൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ കേട്ടോ. ശരി ശരി. എന്റെ ജോസിന് ഇത് മനസ്സിലാവില്ല. ജോസ് ഇത് ശ്രദ്ധിക്കുന്നുമില്ല. ഓക്കെ, ശ്രീ നാസർ. ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടില് വ്യത്യസ്ത മതങ്ങളും ഓരോ വ്യത്യസ്ത മതങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ സമ്പത്തും അവരാർജിക്കാനുള്ള കഴിവും അത് നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശങ്ങളും ഉണ്ട്. ഇത് ഇന്ത്യൻ ജനാധിപത്യവും നമുക്ക് നൽകിയിട്ടുള്ള ഒരു സവിശേഷ അധികാരമാണ്. ദേവന്റെ ഭൂമിയാണ് ദേവസ്വം. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ അവിടെ രൂപതകൾക്കും മിഷണറീസിനും ഒക്കെ ഇഷ്ടം പോലെ സ്വത്തുക്കളും പലയിടത്തും ഉണ്ട്. ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ട്രസ്റ്റികളായിട്ടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടും ബോർഡൊക്കെ ആയിട്ടാണ് ഈ സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. സമയം അവസാനിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതില് മുസ്ലിങ്ങളുടെ സമ്പത്ത് ആ വസ്തു വഖഫ് നോക്കാൻ വേണ്ടി മാത്രം മറ്റു മതസ്ഥരെ കൊടുത്തു വിടുന്നതിന് പകരം
അങ്ങനാണെങ്കിൽ മറ്റുള്ള ദേവസ്വം ബോർഡിലേക്കും അതുപോലെ തന്നെ രൂപതകളുടെ മറ്റും വസ്തു നോക്കാൻ വേണ്ടിയിട്ട് മറ്റു മതസ്ഥരെയും കൂടി ചാരിറ്റി കമ്മീഷണർക്ക് മതം പ്രഖ്യാപിക്കാനൊന്നും പറ്റില്ല. ചാരിറ്റി കമ്മീഷണർ ആര് വേണമെങ്കിലും ആകാം. അല്ല, ചാരിറ്റി കമ്മീഷണർക്ക് ഏത് മതത്തിലാ? അത് സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. ഒരു കലക്ടറാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ കലക്ടർ ഏത് മതത്തിലെ ആളുകളാണ്? കലക്ടർ ഇതിന്റെ കസ്റ്റോഡിയനാണ്. മതപരമായ മാത്രമല്ല ഇത് 2-3 കാര്യങ്ങൾ കൂടി അപ്പുറത്തുണ്ട്. ഈ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നത് 40,000-ന് മുകളിലാണ്, കണക്കെന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് 9,000-ൽ താഴെ മുസ്ലിങ്ങളുമായിട്ടുള്ളൂ. ബാക്കി തർക്കങ്ങൾ നടക്കുന്നത് എല്ലാം ആരുമായിട്ടാണ്? ഇതര മുസ്ലിമിന് അല്ലാത്തവരുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ തർക്കം വരും. അതിലൊന്നും ഒരു വലിയ കാര്യം. ഇപ്പൊ വഖഫിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് ആരാ? കപിൽ സിബലാണ്. അദ്ദേഹത്തിന്റെ മതം എന്താ? ശരി, ഓക്കെ, സമയം കഴിഞ്ഞു. നമുക്ക് ഈ ചർച്ച സമാപിപ്പിക്കേണ്ടതുണ്ട്, അവസാനിപ്പിക്കേണ്ടത്. ഏതായാലും വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ കാര്യമായി ചർച്ച ചെയ്തിരുന്നു. വഖഫ് ഭേദഗതി കൂടുതൽ നിയമക്കുരുക്കിലേക്കോ എന്ന ചോദ്യം വരുമ്പോൾ 52% ആളുകൾ നിയമക്കുരുക്ക് വരികയാണ് എന്ന അഭിപ്രായമാണ് വരുന്നത്. 48% ആളുകളാണ് ഇത് നിയമക്കുരുക്കില്ലാതെ തന്നെ പ്രശ്നം പരിഹരിക്കും എന്ന് കരുതുന്നത്. ഏതായാലും വലിയ ആശങ്കയാണ് വഖഫിനെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പൊതുവേദി നാളെയുണ്ട്. നമുക്ക് നാളെ 4 മണിക്ക് വീണ്ടും കാണാം. ഈ തർക്കങ്ങളും ചർച്ചകളും തുടരാം. ഓക്കെ, ഗുഡ് ബൈ.